ഇത് എന്താ ഞാൻ സാമ്രാജ്യത്തിലോ ഇത് ആരുടെയാ ഈ TP? ഹലോ, ടീപ്പയില് ഇറങ്ങിയോ? ഇത് എങ്ങനെയാണ് ഇവിടെ ഓരോ ദിവസവും ഇങ്ങനെ ഡ്രസ്സ് പോകുന്നത്? എന്റെ ഒച്ചൊന്നും കേട്ടൂടാ. കേക്കുന്നില്ലേ? ഹലോ, ഇപ്പൊ കേക്കാം. ഇത് ഓരോ ദിവസവും എങ്ങനെയാണ് ഇവിടുത്തെ ഇത് മാറണേ? ടിപിയുടെ ലീഡർ. ഇതെന്താ പുറകില് താമരാക്ഷനാ? താമരാക്ഷൻ പിള്ളാതോലോകം. താമരാക്ഷൻ പിള്ള അധോലോകം. അണ്ണാ സൂപ്പർ അണ്ണാ മറ്റേ ലാസ്റ്റ് ആരടിച്ചിട്ടേ ടിപി കംപ്ലീറ്റ് ആണ്. ഈ മൂഞ്ചിയ സെർവറിൽ ഓരോ ദിവസവും ഇങ്ങനെ ഡ്രസ്സ് മാക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഓരോ ഗ്യാങ് ഡ്രസ് നമ്മൾ ഇട്ടിട്ടിറങ്ങി വരുമ്പോ അടുത്ത ദിവസം വരുമ്പോ തലയിൽ പെടുക്കും അതോ ലോകം. അതെങ്ങനെയുണ്ട് എന്താടാ തലയിൽ പെടുക്കും അതോ ലോകം? എടാ ഞാനൊരു കാര്യം പറയട്ടെ, വേറൊരാളുടെ ഗ്യാങ്ങിന്റെ ഇതിനി അവന്മാർ ഇതും കണ്ടു വന്ന സിറ്റുവേഷൻ എടുത്ത് അവന്മാർ TP എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം നമ്മൾ എന്ത് പറയാ അല്ലല്ല ഞാൻ കാര്യം ചോദിക്കട്ടെടാ, ഇന്നലെ എവിടെ ആയിരുന്നു? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. മോളത്തെ റൂമിൽ കയറി നോക്കിയായിരുന്നു എന്നെ. എടാ ഇന്നലെ ഇവിടെ അടിയും വഴക്കുമായി കൊരങ്ങന്മാരും എല്ലാം ഇളകി വന്ന് അവന്മാരെയും തല്ലി എല്ലാവരുടെയും POV കണ്ട് ഞാൻ കിടന്നപ്പോ രാത്രി വെളുപ്പിന് 3 മണിയായി. ഞാൻ മനസ്സിലായ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല ചന്ദ്ര, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് റെസ്പോൺസിബിലിറ്റി ഒക്കെ പോയി അല്ലേ? സസ്പെൻഷൻ കിട്ടിയാ കോഹ്ലിയുടെ സ്ഥാനത്ത് ഡിസ്മിസ് ചെയ്തേക്കാം. മോളത്ത് റൂമിൽ കിടന്ന് ഉറങ്ങുവാണ്. ഒരു വാക്കൊന്നും വിളിക്കാത്തത് എന്നോട് പറഞ്ഞ ചന്ദ്ര, പക്ഷെ അണ്ണ വേണ്ട ശല്യപ്പെട്ട പറഞ്ഞ മനസ്സുണ്ട്. നീ എവിടെ ആയിരുന്നു? ഞാൻ ചന്ദ്രന്റെ കിടക്കുവായിരുന്നു. അല്ല ഞാൻ കുറച്ചിട്ട് എനിക്ക് വന്നേന്ന് അവന്റെ അടി വന്നായിരുന്നല്ലേ. അടിയിൽ ഞാൻ മോളിലും. നീ പ്രീവാറിന് വന്നായിരുന്നോ? പിന്നല്ല അണ്ണനെ 3 പിക്ക് എടുത്തില്ലേ വന്നിട്ട്. അണ്ണൻ മറന്നു ഇതൊക്കെ. ഞാൻ അഡ്മിന്റെ PO ഒന്ന് കണ്ടിട്ട് വരാം. നിനക്ക് 3 പിക്കില്ലെങ്കിൽ നിന്നെ ഞാൻ നമ്മുടെ ഗ്യാങ്ങിനായിട്ട് കുറെ കാര്യങ്ങൾ നേടുന്നുണ്ട്. ഇനി എന്റെ അതെ നീ ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങൾ നേടുന്നുണ്ട്. ഞാനിപ്പോ മെമ്പേഴ്സിന്റെ മുമ്പ് വെച്ച് പറയുന്നില്ല. നീ ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങൾ നീ നേടിയെടുക്കുന്നുണ്ട്. നീ അണ്ണങ്ങ മാറ്റിയെടുത്ത് പറ്റിട്ട് കൊണ്ടുപോകണം. ഇല്ല കുഴപ്പമില്ല. ഇതെന്താ രാവിലെ അവിടെ ഉച്ചയാവണ കളികാലം കലികാലം മാത്രമേ. ഇത് നമ്മൾ ഈ മൂഞ്ചിയ സെർവർ എന്ന് പറയുന്നത് മാത്രം കട്ട് ചെയ്ത് നിന്ന് അവിടെ എത്തും കേട്ടാ. അപ്പൊ എല്ലാത്തിന് ഉറപ്പാണ്. ഫോൺ നമ്പർ വരെ ഫ്രീ ആയിട്ടാണ് വന്നത്. നാളെ നമ്പർ ഫോൺ നമ്പർ ഫ്രീ ആയിട്ടാ? എടാ നീയൊക്കെ ഏത് ഉത്തരവാദിത്തം ഇല്ലാത്ത ആണപ്പ ഗ്യാങ്ങിന്റെ ഇതെടുത്ത് ഞാൻ ഇന്നലെ മനസ്സിലായ. ഫോൺ നമ്പർ ഫ്രീ ആയിട്ട് തന്നവന് എന്തെങ്കിലും അറിയണോ? അവന് എന്തെങ്കിലും ഞാൻ പോയി ഡ്രസ് മാറിട്ട് വരട്ടെ. ഗ്യാങ്ങിന്റെ എന്തെടുത്താണ് നമുക്കൊന്നും കിട്ടിയില്ല. മാറേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞ. അല്ല അണ്ണ അകത്ത് കയറിട്ട് പോവായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിന്റെ വണ്ടി നമ്മളെ പാർക്ക് അല്ല അത് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയ വണ്ടിയാണ് അത്. ഇത് പീഡിയുടെ വണ്ടിയാണോ? അവരെ കഴുകാൻ ചന്ദ്രനെ കഴുകാൻ ഏൽപ്പിച്ച കഴുകി വൃത്തിയാക്കി നമ്മൾ ഇട്ടേക്കിന്. അവര് വന്നാൽ എടുത്ത ചന്ദ്രനെ ഏൽപ്പിച്ചിട്ട് ഒന്ന് കഴുകിക്കൊണ്ട് ആളിയാ ചന്ദ്ര. ചന്ദ്രൻ പറഞ്ഞു കഴുകണം. അണ്ണല്ല പറഞ്ഞ ഒരു ചേഞ്ച് ഒക്കെ വേണോന്ന്. ചേഞ്ച് ആയി ഇപ്പൊ പീഡി മാറി മിസ്റ്റർ എക്സ് ആയിട്ടാ ചേഞ്ച് ആയ. ഇപ്പൊ ചേഞ്ച് ആയില്ലേ? ആർക്കും ഒരു പ്രശ്നമില്ല. കിട്ടുന്ന വണ്ടി അണ്ണാ അവര് നമ്മളെ കമ്പനിയാണ്. ഒരു പ്രശ്നമില്ല. നമ്മൾ അവരായിട്ടുള്ള ബന്ധം അണ്ണനെ അറിയില്ല. വണ്ടി തിരക്കി ആരെങ്കിലും വിളിച്ചാ ചന്ദ്ര ഞാൻ നിന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കും. ഒരു സംശയമില്ല. നീ ആണെന്ന് തന്നെ പറയും ഞാൻ. മനസ്സിലായോ? ഞാനാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ എനിക്ക്
അത്രേ ഉള്ളൂ. അണ്ണ വണ്ടി എടുത്താണ്, അണ്ണ വണ്ടി എടുത്താണ്. ആര് ചോദിക്കാം ഇവിടെ? എന്നോട് സാധനം ചെയ്യും ഫ്രണ്ടിൽ നിന്ന് ഇറക്കി കേട്ടോ, വീഡിയോ എന്നാ നേരെ ലെഫ്റ്റിലേക്ക് എടുത്തോണ്ട സൈഡ് നീ മാറില്ല, നീ മാറില്ല. മിറർ പോയേ നാക്കൊണ്ട് പിയാനോ അടിച്ച് മറിക്കല്ലേ, പിയാനോ അടിച്ച് മറിക്കല്ലേ. ഫ്രണ്ടിലോട്ട് വന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നമ്മള് പ്രതീക്ഷിച്ചത്. അന്നാ ചന്ദ്ര കൊടുക്കണ്ട, ചന്ദ്ര അറിയത്തരുന്ന എന്റെ റെപ്യൂട്ടേഷൻ പ്രോബ്ലം ആണ്. അണ്ണൻ പണ്ടേ സിറ്റിയിലെ കുറച്ച് വളത്തോട്ട് നേരെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടേ സ്കിഡ് ചെയ്ത് വണ്ടി ഇറക്ക്. നേരെ ഫ്രണ്ട് ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് സ്കിഡ് ചെയ്ത് വണ്ടി ഇറക്കി തിരിക്കി ഇവിടെ ഇട്ട് ലെഫ്റ്റിലോട്ട് അടി ഒന്ന് റിവേഴ്സ് പോയിട്ട് ലെഫ്റ്റിലോട്ട് വാ. എന്നിട്ട് അതിനകത്തിട്ട് കറക്കി തിരിക്കി. ഇപ്പൊ അവർക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളിവിടെ ഇരിക്കാണ്, അണ്ണ ഇറക്കി കയറും പറയേ. എനിക്കൊരു ചാൻസ്, ഇറങ്ങി സാറല്ല, എനിക്കൊരു ചാൻസ് ഞാൻ നോക്കട്ടെ. അണ്ണ ഈ വണ്ടി ഇറക്കുന്ന ആൾക്കാണ് എത്ര രൂപ വരും? എനിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടുന്ന് എടുത്ത് മാറ്റാനല്ല നോക്കിയത്. അല്ല എത്ര പേഴ്സണൽ റൈഡറുള്ള അണ്ണന്റെ മാറിക്കോട്ടെ. സോഫ ഇടിച്ച് കളയുന്നുണ്ട്. സോഫയൊക്കെ ഇത് സൂപ്പർ. സൂപ്പർ. എടാ വണ്ടിക്കകത്ത് ഇളകി വീണ്. കൊടുക്കേണ്ട വണ്ടി ചന്ദ്രനെ കൊടുത്തടാ. അളിയ ചന്ദ്ര പിന്നെ എന്തിനാ ചാടി കേറിയത്? കേറിക്കഴിഞ്ഞ് കാണാൻ പറ്റില്ലെന്ന് ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നു. വണ്ടി ഇല്ല, തിരിച്ച് റിവേഴ്സ് ഇറക്കുമ്പോ കൊളീഷൻ തട്ടു തന്നത്. അപ്പൊ ഫ്രണ്ട് ഇറക്കി കേറ്റാൻ നോക്കി. ഇറക്കട്ടെ, ഇവൻ ഇറക്കട്ടെ. തട്ടോടാ മാറി. ബുദ്ധിമാൻ ടയർ അടിച്ചു പൊട്ടിച്ചെന്ന് തോന്നട്ടെ. പൊങ്ങി. ഒരു ടയർ അങ്ങ് അടിച്ചു പൊട്ടിക്കട്ടെ. ഇല്ല, ഇതിനൊരു അനക്കം ഇല്ല. ഇത് ഫ്രണ്ടിലോട്ടും കൊളീഷൻ, ബാക്കിലോട്ടും കൊളീഷൻ. ഇതാരാ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ഫോൺ എടുത്തിട്ട് ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ട് പോലും ഇല്ല. ഒരാളെ ഹലോ ബ്രോ പോടാ മറ്റേ കള്ളൻ. ഇത് എങ്ങനെ നമ്പർ കിട്ടിയാണ്? ഓൾമോസ്റ്റ് 2 weeks I am trying to meet you. എപ്പോഴാണ് കാണാൻ പറ്റുക? കള്ളന്മാരെല്ലാം മെറ്റ കള്ളന്മാര് മെറ്റ. ഇതെന്താ മനാഫ് ബ്രോ ഇവിടെ എന്തോ വാരി എറിഞ്ഞല്ലോ. മനാഫ് ബ്രോ താങ്ക് യു സോ മച്ച് 10 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. മനാഫ് ബ്രോ വെൽക്കം ടു സ്ട്രീം. മനാഫ് ബ്രോ അടിച്ചങ്ങനെ തേനെ കളിയാ. ഇതാണ് അണ്ണ പ്രശ്നം. ഇതാണ് അണ്ണ പ്രശ്നം. കണ്ട ഈ സാമാനം ഇങ്ങനെ ഇരിക്കാനുള്ള പ്രശ്നം. അണ്ണനും കേറ്റാൻ ഓർത്തെന്താ പറ്റാന്. ചന്ദ്രൻ അടിച്ചങ്ങ നിവൃത്തിയങ്ങ് വെച്ചത് നിവർന്നുണ്ടോടാ? ഇവിടെ നിവർന്നുണ്ടോടാ? അടുത്ത വല്ല നിനക്കടിയിട്ട് നീ മരിക്കും. നിവർന്നില്ലേ ചന്ദ്ര? അവിടെ നിവർന്നാ? നിവർന്നല്ലേ? ഓക്കെ. ഇനി നടത്തോക്കളെ, ഇനി നടത്തോ. ഒരു ബ്രെയിന് 2 പാർട്ടാന്ന് തോന്നില്ല. അല്ലടാ ബ്രെയിൻ അല്ലത്. ഇടത്തെ ചന്തിയും വലത്തെ ചന്തിയും. ബ്രെയിൻ എന്ന് പറയരുത്. ഇടത്തെ ചന്തിയും വലത്തെ ചന്തിയും.
മേളിലൊരു കൂട്ടായിട്ട് ജീപ്പ് എടുത്ത് മാറ്റാൻ മാറ്റാൻ പറ്റില്ലേ? ഇല്ല സിക്സർ അതവിടെ എന്താ ചന്ദ്രൻ മുക്കണ എന്താ ഞാൻ ഗ്യാങ് ഹൗസില് നിനക്ക് അണ്ണൻ എവിടെയെന്ന് അറിയാനല്ലടാ എന്നെ വിളിച്ച് അണ്ണൻ എവിടെയാന്ന് അറിയണേ നിന്നോട് ചോദിച്ചാ പോരെ, നീ പിന്നാലുണ്ടാവല്ലോ. സീക്രട്ട് ഐഡിയ. ഡ്രസ് മാറ ഡ്രസ് മാറ ഡ്രസ് മാറ അല്ല ഇവനെ പറഞ്ഞല്ലേ ഇതൊന്നും മാറ്റം നോക്കട്ടെ അണ്ണാ അണ്ണാ ഇങ്ങൊന്ന് അണ്ണാ ഇങ്ങൊന്ന് നമുക്ക് മൂന്നുപേർക്കും കൂടെ വണ്ടിയുടെ വണ്ടിക്ക് ഇരുന്നാലേ ഒറ്റയടിക്ക് ചന്ദ്രൻ കിക്കാവും വീടും ഒറ്റയടിക്ക് കിക്കാവും ചന്ദ്ര റിവേഴ്സ് ഇറക്കി വെക്ക് റിവേഴ്സ് ഇറക്കി വെക്ക് രണ്ടാണ് എടുത്തത്. എവിടെ കാണാൻ മേളിൽ പറഞ്ഞുതരാം റിവേഴ്സ് 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 ലെഫ്റ്റ് വളച്ചിട് 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 ലെഫ്റ്റ് വളച്ചിട് ഗിയർ വീണില്ല അണ്ണാ, ഗിയർ ലോക്കായി. കുറച്ച് വീടിലെട് വിചാരിച്ചാ നടക്കും. എടുക്ക് 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 എങ്ങനെയെങ്കിലും എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഞാൻ ടിവിയുടെ കയ്യിൽ പോണല്ലേ കൊള്ളാം. രണ്ടെണ്ണം കിട്ടി ഞാൻ രണ്ടിട്ടം പറഞ്ഞു അവനതൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധിമുട്ട് കേട്ടോ അവനതൊക്കെ ഇല്ലില്ല ഞാൻ ഓർത്തേ ഒറ്റയടിക്ക് അങ്ങ് കിക്കാവുന്നു മൂന്നൊരു വീടുമ്പോ എന്താ ഇവിടുന്ന് നടക്കുന്നവർക്ക് അറിയാം എന്താ തരുമെന്ന് എന്ത് തരണമെന്ന് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു 5 കോടി രൂപ തരാം വണ്ടി ഇറക്കി വിടുന്നു. സമയം എടുക്കണം കുറച്ച്. അപ്പൊ പിന്നെ ഓഫർ ക്യാൻസൽ. വാ ചന്ദ്ര അലീനയുടെ നമ്പർ എന്താ ചന്ദ്ര? എനിക്ക് അതിന് സിറ്റി ഇല്ല അണ്ണാ. അലീന സിറ്റിയിലില്ലേ? ഇല്ല. എന്താ ചെയ്യണം? ഇന്ന് വന്നില്ലല്ലേ എന്താ ചെയ്യണ? ഒന്നുമില്ല ചന്ദ്ര ഒന്നുമില്ല. അല്ല അന്നെന്ത് പറയാനുള്ള തോന്നുന്നു. അലീന സിറ്റിയിലില്ല. ചന്ദ്രു പോലീസ് പിടിച്ചോട്ട് ചെയ്തേട്ടെ. ചന്ദ്രു പുറകിലിരുന്നു എന്തിനു പറഞ്ഞില്ല അവനൊന്നും കൊണ്ടോടാ അലീന സിറ്റിയിലുണ്ടോടാ? ഇല്ല കണ്ടില്ല. എനിക്ക് ഡ്രസ് മാറിയിട്ട് ജസ്റ്റ് നമുക്ക് എലി വിദ്യാലയം ഇവിടെ എന്താ ഒരുപാട് ക്രിസ്മസ് അപ്പൂപ്പന്മാരിരിക്കുന്നേ. ഇതിന്റെ കാര്യമാണ് ഇത് വർഷങ്ങളെ എണ്ണായിരിക്കുന്നത്. ആണോ? ഇത് തുടങ്ങിയപ്പോണ്ട് ഇത് ഇവിടെ ഇത് ചന്ദ്രന്റെ ആരോ പോലും ഇല്ല എണ്ണ ഇവനെ കണ്ട്. ആരെ? എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഇല്ലടാ നീലന്റെ മുടിയും കൂടെ വെച്ച് വാ 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 ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നല്ലോക്കിയതാണ്. എന്താ കൊറോണ എന്താ വന്നെന്ന് പറഞ്ഞാ? കൊറോണയാ? നമുക്ക് അതിലും വലിയ അസുഖം ചുമ വരും പറയാ. ചുമ വരുമ്പോഴേ അറിയുള്ളൂ. കാര്യമായിട്ട് പറയാം. ഞാൻ കണ്ടിട്ടില്ല അവിടെ അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്രിസ്മസ് അപ്പൂപ്പനെ? ഇനി നക്കല്ലേ അത് നമ്മളോട് മറ്റേ ഡോക്ടർ കാണാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞതാണ് എന്ത് സിറ്റിയില് മാസ്ക് ഇട്ട് കിടക്കണം, അല്ലെങ്കിൽ എന്തോ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ചുമ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ അടുത്തോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്തു. അതൊക്കെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലായ. ഇപ്പൊ തല ഫുള്ള് മൂടിയാ നടക്കുന്നത്. ആ സത്യം, ഞങ്ങളൊക്കെ തല മൂടിയിട്ട് കൊതുപോലും കയറരുത് അകത്തോട്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കൊതുവിനെ പോലും അകത്തോട്ട് കയറ്റത്തില്ലല്ലോ നമ്മള്. കണ്ടെന്ന് ഇമ്മ്യൂണിറ്റി കൂടെ. ഈ ഇമ്മ്യൂണിറ്റി കൂടെ എന്താ ചെയ്യണ്ട? ഇമ്മ്യൂണിറ്റി കൂടാൻ രാവിലെ എണീറ്റ് സൂര്യ നമസ്കാരം ചെയ്യണം. അയ്യോ, അതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഞാനൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യണതല്ലേ. ഞാൻ അവിടെ കണ്ടായിരുന്നു ഒരു ദിവസം വന്നപ്പോ ചത്ത് വല്ലതെടുക്കുന്ന ബോധപടിക്ക് എനിക്കുള്ളൂ. ഇത് പൂട്ടിയിട്ടേക്കുവാണല്ലോ അണ്ണാ. ഇവിടെ തുറക്കാൻ ഇല്ലല്ലേ ഇല്ല, സ്കൂള് പൂട്ടിയിട്ടേക്കുവാ. ആ കൊച്ചിറക്കനെ വിളിച്ചു നോക്കി അറിയാം, അവനെന്തോ ലീഡർ. അവന്റെ നമ്പർ അറിയണ്ടേ? എല്ലാരും നമ്പർ മാറിയില്ലേ? സൂര്യബോസിന്റെ നമ്പർ നോക്കട്ടെ. ചന്ദ്രനോട് ചോദിച്ചവരെ ചന്ദ്രന്റെ ഇല്ല, അവൻ കള്ളനാ, അവൻ പറയൂല. You have reached an automated voice messaging system. 0 പറയടാ. ജോക്കി വന്നാ? ബ്ലാക്ക് കാറ്റ്സ് എവിടെ? ബ്ലാക്ക് കാറ്റ്സ് റെഡിയാണോ? കമാൻഡേഴ്സ് അന്ന് പറഞ്ഞ് പറയേണ്ട സർപ്രൈസ് ആയിട്ട് വാസ്തവനെ കാണണോന്ന് ഞാൻ പറഞ്ഞ ടീച്ചറെടുത്ത്. നമുക്ക് റിയാക്ഷൻ ഉണ്ടോ? റിയാക്ഷൻ ഉണ്ടോ നമുക്ക്? റിയാക്ഷൻ ചെല്ലുമ്പോഴേ തൂറി മെഴുകിക്കോണേ. വലിയ ആഗ്രഹത്തോടെ ലേബല് വിളിക്കായിരുന്നു, അവനാണ് അഭിനയത്തിന് ബെസ്റ്റ്. ഇന്ന് മിക്സറൊക്കെ അന്വേഷിച്ചായിരുന്നു കുറച്ചു മുമ്പ്. കൊണ്ടുപോകാൻ ചെയ്യരുത്, വേറെ സംസാരം ശരിയല്ല. ഡ്രോപ്പ് നമ്പർ ആ ഡ്രോപ്പ് നമ്പർ ചോദിച്ചായിരുന്നു ആര്? മിക്സർ. എപ്പോ? കുറച്ചു മുമ്പ് ടി വി അണ്ണൂന്റെ ഉയ്യോ, ഇതാരാ? ജോക്കിയോ? എന്റെ അമ്മോ! ജോക്കി ഇത് എപ്പോ വന്ന്? സഡൻ സർപ്രൈസ്. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് പൂവൊക്കെ കൊണ്ട് നിന്റെ അമ്മായിക്ക് കൊടു. വാ, ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഞാൻ ഇങ്ങോട്ട് കേറി വരുന്ന സമയത്ത് ഞാൻ തമന്നയുടെ കണക്ക് വയറും കാണിച്ചോണ്ടോ തോന്നിയല്ലോ. ഇല്ല ജോക്കി അങ്ങനെ എപ്പോഴും വരാറില്ലല്ലോ. കാണുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്തതാ. അല്ല, ഇതെന്തോ മറ്റേ പബ്ബി ഇപ്പൊ ഡ്രസ് ഒക്കെ ഇട്ടോണ്ട്. ജോക്കി ഞാനിപ്പോ ഇങ്ങനെയാ നടക്കാറ്. ഇവിടുത്തെ ജെൻസി പിള്ളേർ കൂടെ പിടിച്ചിരിക്കണ്ടേ? ബൈ ഞാനൊരു ജെൻസി ആണല്ലോ. മറ്റേ അവന്റെ കാര്യം അന്ന് പറഞ്ഞത്. സിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? സിറ്റിയില് ആരൊക്കെ ഉണ്ട്? സിറ്റിയിൽ ആരൊക്കെ ഉണ്ടോ? നമ്മുടെ ഗാങ്ങിൽ ആരൊക്കെ ഉണ്ട്? നീകരാത്മ, ചന്ദ്രൻ, ജുഗ്രു, സൂപ്പർമാൻ, ആഷ്, അപ്പുകുട്ടൻ, LX2, തക്കുട് വീട്ടിൽ വാസു. ഇത്രയും പേരേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, മറ്റേ കൊച്ചുണ്ടോ സിറ്റിയില്? അതാ പറഞ്ഞ അവളില്ല. ആരാ? അലീന. അയ്യോ, ചന്ദ്രന്റെ കാലിന്റെ ഇടയിൽ പെട്ട് ചൂട് വരച്ച് എന്താ ജോക്കി? ഞാനിട്ടാ ചിലപ്പോ ഇവൻ എന്തേലും ജോക്കി വെറുതെ എക്സ്ചാറ്റിലേ അലീന ഡ്രോപ്പ് നമ്പർ എന്ന് പറഞ്ഞ ഒന്ന് മെസ്സേജ് ഇട്ടെ. അലീന ഡ്രോപ്പ് നമ്പർ വന്നില്ല. അടിക്കോ അല്ലേടാ, ഇതൊന്നും വരണ്ടേ? അതാരുടെയാ ബോഡി കൊണ്ടുപോണേ? എടാ ഇതേ ചന്ദ്രുവിന്റെ കാലിന്റെ മലീനയാ. മലീന ഡ്രോപ്പ് നമ്പർ. വാസു അവളുണ്ടോ? ജോക്കി എന്ത് സുഖമാണോ ജോക്കി? സുഖമാണ്. ഞാനേ എന്നാലും എന്താടാ അലീന ഉണ്ടോടാ ചന്ദ്ര സിറ്റിയില്? ഇല്ല, അവള് ഇത് മറ്റേ സ്കൂളിലെ ബുക്ക് എടുക്കാൻ വേണ്ടിട്ട് പോയേക്കാ പൊള്ളാച്ചിയില്. അറിഞ്ഞൂടെ അത് മറ്റേ പ്രിന്റ് എടുക്കാൻ? അലീന ഇല്ലെങ്കിൽ എന്താ എന്നാ പൂവെടുക്കലെന്ന് പറഞ്ഞ വഴക്കുറഞ്ഞ വിഷമത്തിൽ പോന്നണ്ടാ?
നിങ്ങളാരുടെയും കൂടുമ്പോഴത്തേക്കും നിന്റെ അമ്മായി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്. ജോക്കി ഇവിടുത്തെ എന്റെ ഇല്ല ഉള്ളപ്പോ പോലെ ഇവിടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. നീ എന്തിനാ എണ്ണിട്ടിരിക്കുന്നേ? ഇരി പോയിട്ട് വല്ലതും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പെട്ടെന്ന് ഇല്ലല്ലോ. നീങ്ങനെ കണ്ടായിരുന്നാ ഫുഡ് കഴിക്കാൻ പോയതാ. നല്ല പയ്യനല്ലേ അവൻ? അവനെ കാണുന്നുണ്ട് ഐശ്വര്യം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയായിരുന്നോ? നമുക്ക് ഷോപ്പിലല്ലോ അതിന്. അല്ല നമുക്ക് പെട്രോൾ ഇല്ലേ? നമുക്ക് പെട്രോൾ ഇല്ല. പമ്പില്ലേ? പമ്പുണ്ട് പിന്നല്ലാണ്ട്. പിന്നെ പമ്പല്ലേ എഴുതിയിട്ടേക്കുന്നേ? പമ്പ് എഴുതിയിട്ട് നോക്കട ചന്ദ്ര. അണ്ണു മിസ്റ്റർ എക്സ് എന്ന ബിസിനസിന്റെ കാര്യം പറഞ്ഞ് അണ്ണുവിനെ വിളിച്ചായിരുന്നു. ഞാനാണ് വിളിച്ചത്. ലോയൽറ്റി പോയിന്റ്സ് ചെക്ക് ചെയ്ത് വലിയ കുറെ കാര്യങ്ങളോട് ഡീൽ ചെയ്യാൻ. എടാ ഇങ്ങനെ വല്ല വട്ടുണ്ടോ? ഇങ്ങനെ കൂടെ എന്റെ മടിയിരിക്കും. 8055. ഓ അത് പണ്ടത്തെ സാധനം ബോസ്. ബോസ് 8 ഇത് ബി 8005 അല്ല 8005 ആയിരുന്നു. മൈൻഡ് പോലും ചെയ്യില്ല 8005 ബോസ്. ആ ശരിയാ. BOSS. ശ്രദ്ധിക്കണേ, നമ്മളിവിടെ ഇത്ര നേരമായിട്ട് കുറെ നേരം ഒരുത്തൊരു സങ്കടം കാണിക്കാൻ നോക്കുന്നത്. നിങ്ങളത് നോക്കാത്ത ഞാൻ പരന്തുവാസു. എന്താ നിന്റെ സൗണ്ട് ഒക്കെ പെട്ടെന്ന് അങ്ങ് താന്നത്? നീ ഇത്ര ആറ്റിറ്റ്യൂഡിലാണോ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത്? മനുഷ്യന് ആദ്യം വേണ്ടുന്നത് എന്താണെന്നറിയോ? എന്താ എന്ത് മര്യാദ? സൗമ്യമായി പെരുമാറാനുള്ള ഒരു ഇതാണ് മനുഷ്യന് ആദ്യം വേണ്ടുന്നത്. മനസ്സിലായേ? അല്ലാതെ നിന്റെ ഇങ്ങനെ ഫോൺ എടുക്കുമ്പോഴേ ആറ്റിറ്റ്യൂഡ് ഇട്ട് അഹങ്കാരം കാണിച്ചാൽ നീ ഒന്നും അധികം നാൾ ഉണ്ടാവൂല. അപ്പായെ പോലെ ആറ്റിറ്റ്യൂഡ് കാണിക്കണമെന്നാ? നിന്റെ നിന്റെ അപ്പാടെ മാസ് എന്തായിരുന്നു അറിയോ നിനക്ക്? ഒരു 4-5 വർഷം മുമ്പ് നിന്റെ അപ്പാവിടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കുക, മുതുക്ക് ഗറാജിലും മറ്റേ അവിടുത്തെ മെയിൻ ഗറാജിലും ആൾക്കാരെ ഇടിച്ചിടുക. അതായിരുന്നു നിന്റെ അപ്പാവിടെ മാസ്. എന്നിട്ട് അവിടെ ആൾക്കാർ അവരെ കൈവച്ചും കയ്യും കാലും തല്ലി ഒടിച്ച് ഒരു ദിവസം മൂലക്കിടുന്ന കണ്ടു വിഷമത്തിൽ ഞാൻ വിളിച്ചോണ്ട് വന്ന് ഗ്യാങ് ഹൗസിൽ കയറ്റിയതാണ്. അതാണ് നിന്റെ അപ്പാവിടെ ഇനീഷ്യൽ മാസ്. അത് அப்பா வந்து ஜெயில பிடிச்சு போட்டாங்க. அப்ப நீனும் அப்பாவும் ஃப்ரெண்ட் ஆனன்னு அப்பா சொன்னாரே. ജയിലിൽ വെച്ച് ഫ്രണ്ട് ആയത് ശരിയാ. നിന്റെ അപ്പ പറഞ്ഞതല്ല ശരിയാ. പക്ഷെ അതിൽ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജോലിക്ക് പോയി. പക്ഷെ നിന്റെ അപ്പായിക്ക് പണിയെടുക്കാനുള്ള ഇതില്ല. മനസ്സിലായി? അവനിങ്ങനെ ആൾക്കാരെ കട്ടും മോട്ടിച്ചും പിടിച്ചു പറിച്ചും അത് ഇപ്പം ചെയ്യുന്ന പോലെ അങ്ങനെ ജീവിക്കണം. അങ്ങനെ നാട്ടുകാരെല്ലാം അവിടെ പിടിച്ച് കെട്ടിയിട്ട് നല്ല തല്ലുകൊണ്ട് വഴി കിടന്ന് തല്ലുകൊണ്ട് ചാവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്റെ അപ്പായെ TV-ക്കകത്തോട്ട് കൊണ്ടുവരുന്നത്. അല്ല നിന്റെ അടുത്ത് എന്താ പെരിയപ്പ? അല്ല നിന്റെ അടുത്ത് എന്താ പറഞ്ഞത് നിന്റെ അച്ഛൻ? നിന്റെ അച്ഛൻ എങ്ങനെ TV-ക്കകത്ത് കയറിയെന്നാ പറഞ്ഞേ? അല്ല ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാന്നറിയോ? നിന്റെ അമ്മ എങ്കേ? அம்மா வந்து எവിടെ போயின்னு அறியல பெரியப்பா. நேத்தி கூட இருந்தாங்க, இன்னைக்கு தான் எവിടെ போய் அறியல. നൈറ്റ് ഇട്ട് വെളിയിൽ പോയെന്നല്ല, നേരത്തെ കൂടെ ഇന്നലെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത്. എവിടെ പോയെന്ന് അറിയില്ല. പെரியമ്മ പക്കത്ത് തന്നെ ഫോൺ കിട്ടുമ്പോ പെரியമ്മേട്ടാ എനിക്കൊന്ന് സംസാരിക്കണ കണ്ട കാട്ടുകോഴികളെടുത്ത് മാറി കടിച്ചു. എനിക്ക് ഇവളുടെ സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് ഇറിറ്റേഷൻ വരും. എനിക്ക് ജോക്കി കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ അരോചകം. അല്ലല്ല സോറി, അത് ഇതാണ് എന്തിനു പറയുന്ന വക ഏതാ? അതെ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പം ഇതെന്തിനു ചെയ്യാൻ പറ്റും? ഇത് ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി, സംഗതി ഇവളൊരു ചൊറിയാണെങ്കിലും ഇവളാണ് ഫുൾ ടൈം അവരുടെ കൂടെ നടക്കുന്നത്.
എലിയെന്ന് വിളിച്ചേ. ഹലോ பெரியப்பா சாரி பெரியப்பா நடுவுல பெரியம்மா வந்து டிஸ்டர்ப் എടാ பண்ணாங்க பெரியம்மா നിന്നോട് യാര് സൊന്ന് ഫോൺ വന്ന അവളുടെ കൊടുക്കാൻ யாரு உங்ககிட்ட தான் நான் பேசிட்டு இருந்தேன். കണ്ടവരുടെ ഫോൺ മേടിച്ച് സംസാരിക്കണ. എവിടെ ഉണ്ട് നിങ്ങളിപ്പോ? முதுகு கிட்ட இங்க இசட் கிட்ட இருக்கோம் 7022 7022. ഇവിടെ ജോക്കി ഇருக்கு ജോക്കി. தாத்தா வந்திருக்காடா டூ வந்துட்ட താത്ത വന്ന് ഓട്ടോയില് വന്നല്ല, താത്ത വന്നിരിക്ക. അവൻ താത്താന്നല്ലേ ജോക്കി വിളിക്കുന്നേ. ജോക്കി തമിഴ് പഠിക്കണം. சொல்லுங்க தாத்தா ஃபுட் കഴിച്ചാ? നീ എங்க இருக்கடா? അവിടെ വരാ പറ. എവിടെ ഇருக்கு താത്താ? ജോക്കി എവിടെ ഉണ്ടെന്ന് പറ, അവിടോട്ട് വരാം. இல்ல இங்க வராது, இங்க இல்ல, இங்க வரണ്ട, இங்க வரണ്ട, இங்க வேண்டாம். ஓகே ஓகே வாங்க. இசட் வாங்க தாத்தா. இசட் இசட் அல்ல, அங்க நிறைய ஆளுங்க இருக்கும். இது நம்ம வந்து ரகசியமா டிஸ்கஸ் பண்ண மேட்டர். ஓகே பா. எவ்வளவு பரபரப்பா அவட வர? இப்ப சிட்டில மெயில் போட்டா, அம்மாக்கு மெயில் போட்டா? மெயிலா? இல்ல அம்மா வேണമെന്നില്ല. ഓക്കേ ഓക്കേ ബേബാ. ഇപ്പൊ തൽക്കാലം ഇവിടെ ഈ സിറ്റിയിൽ അധികം ആൾക്കാർക്ക് പോവാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ആ മറ്റേ പെണ്ണുമ്പോൾ നടത്തുന്ന സ്കൂളാ. അവിടെ ഇവരുടെ ഈ അത് കട്ട് ചെയ്തോണ്ട് ബാക്കി കേൾക്കാൻ നോക്കി. അങ്ങേറെ അണ്ടി ഓഫീസ് എന്നാ പറഞ്ഞത്, അവള് അണ്ടി എന്നല്ല പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോവാന്നാ. ഇത് ഇന്നത്തേക്ക് ഒരു തീരുമാനമാണ്. എനിക്ക് ഇഷ്ടം പരിപാടികളുണ്ട്. ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നടക്കുന്നത്. ഓ നടുവിലേടാ എവളോ വാട്ടി ഉങ്കിട്ട ഞാൻ ചൊല്ലിയടാ ഫോൺ വേറെ ആൾക്കാരെ കൊടുക്കരുതെന്ന്. എവളോ വാട്ടി. സ്കൂളിൽ വാ. അന്താ ഇവന്റെ ഇത് ചന്ദ്രന്റെ തന്നെ. ഇത് ആരാ പറഞ്ഞ ഇവന്റെ ഒന്നും അല്ലെന്ന്. അന്താ മൊരട്ടച്ചിയും കൂടെ വിളിച്ചോണ്ട് വാ. ജോക്കി വാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ജോക്കി ഒന്ന് ചാടുവോ ജോക്കി ഒന്ന് ചാടുവോ? ഇപ്പൊ ശരി. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലട. ഇവന്മാർക്കൊന്നും മോബി അല്ല. അയ്യോ അത് ജൂഡ്. സാവേജാണോ ഇപ്പൊ? രണ്ട് ജെ ആയോണ്ട് മാറിപ്പോയതാ. എല്ലാവർക്കും പൂ കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പൊ പൂവിന്റെ പറയല്ല, പൂവ് അടുത്ത് വായ വായി കൊടുക്കാനൊന്നും പറഞ്ഞില്ല. പൂ കൊടുത്ത് അമ്മായി കൊണ്ട് കൊടുക്കാനേ പറഞ്ഞു. അവനത് വിഷമാണ്, മനസ്സിലായി. അങ്ങനത്തെ ചെറിയ ചെറിയ സോഫ്റ്റ് ആയിട്ടുണ്ട് അവൻ. ഇവനെ പോലെ സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റത്തില്ല. ഇതുപോലത്തുള്ള നിർഗുണന്മാരെ ഒന്നും ഗ്യാങ്ങിൽ വേണ്ട. നിർഗുണന്മാരെ ഗ്യാങ്ങിൽ വേണ്ട. നിർഗുണ എനിക്ക് കരച്ചിലൊന്നുമില്ലല്ലോ. എനിക്ക് കാല് ഞാനും എന്റെ ഔട്ട്ഫിറ്റിനകത്തോട്ട് ഒരു ചേഞ്ച് വരുത്തിയാൽ ഇങ്ങനെ ആലോചിക്കും. ജോക്കി എത്ര നാളായി കഴിവാത്ത നടക്കണം. ഇഷ്ടം പോലെ എണ്ണം ഉണ്ട്. ഇത് കഴിവാത്തൊന്നും അല്ല. ഈ മുണ്ടയും മറ്റേ പടച്ചട്ട ഇവിടെ ഇല്ലെന്നേ. ഏത് പടച്ചട്ട? മറ്റേ പഴയ പടച്ചട്ടാ. അത് നൈസായിരുന്നു കേട്ടോ. അത് ജോക്കിക്ക് നല്ല ചേരും. അത് ആ ചെറിയ മുണ്ടാണ്. കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടോ? സത്യം. നീ മറ്റേ സിനിമാറ്റിക് മൈൻഡ് ചിന്തിക്കല്ലേ എല്ലാം കേട്ടാ. അണ്ടോ നമുക്കൊരു കോട്ടൊക്കെ ഇടാണ്ടോ കുറച്ചുകൂടി. പക്ഷെ ഇതിട്ടാല് പെട്ടെന്ന് അറിയാനുള്ള സത്യം പറഞ്ഞു. അറിയണ്ട പറഞ്ഞാ മതി. അണ്ണനെ കണ്ടില്ലേ ബാഗി പിറ്റൊക്കെ ഇട്ടിട്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല
അഫ്കാന്നോ? എടേ ഇവനൊക്കെ വേറെ ഉടായിപ്പാ. സിറ്റിയിൽ അങ്ങോട്ട് വന്ന് കാല് കുത്തി കഴിഞ്ഞാൽ 10 എണ്ണം തോക്കിട്ടാട്ടും എന്നൊക്കെ പറഞ്ഞ ഇന്ത്യ എന്തോ. സാബ് ഗുരുവിന്റെ മാനേജറൊക്കെ വന്നിട്ടുണ്ട് ചന്ദ്രന് കാണാൻ. അതോ എവിടെ ചെങ്ങായി ആ കോട്ടിട്ട് അതെ പറഞ്ഞോളൂ അണ്ണൻ. നീ ഞങ്ങള് വന്നപ്പോ നിനക്ക് സംസാരിക്കണ്ടായിരുന്നല്ലോ ചന്ദ്രൻ. അണ്ണാ ഞാൻ എപ്പോഴും എന്ത് ഭാഷ? ഇതാരാണ്? ഹലോ, ഇതാരാ ഗ്യാങ് ഹൗസിൽ? എന്റെ പേര് ഷനോസ്. എന്നെ ഒന്ന് സാബ്ഗുരു പറഞ്ഞിട്ടാണ് ചന്ദ്രഭൂഷണോട് കാര്യം പറയുന്നത്. എന്തായിരുന്നു പറഞ്ഞു? അക്കൗണ്ട് ഇടാൻ പറഞ്ഞു. അണ്ണ വാസണ്ണൻ വിളിക്കുന്നു. അണ്ണനെ വിളിക്കുന്നു. എത്ര ഇടണ്ടേ? എത്ര ഇടണ്ടേ? 1000 വണ്ടി അല്ല ചന്ദ്രൻ എന്തിനാ വരുന്നേ? ചന്ദ്രൻ എവിടെ പോണ? അല്ലല്ല നമ്മള് വേറെ നീ അല്ല ഇവിടെ ഇറങ്ങി ഇപ്പൊ വരണ്ട. ആവശ്യമില്ല. അണ്ണന്റെ പൈസ വാങ്ങിച്ചിട്ട് വരില്ല സാബുരു സാബുരുടെ അടുത്ത്. ആ സാബുരു പറഞ്ഞു വേണ്ടി പോവാ. അല്ല അതിലിട്ടാ മതി. ഓക്കെ പോവാം. ഒരു പൈസ തരൂടെ ബോസ് തരൂടാ. ആലോചിക്കുന്നതൊന്നും അല്ല. ഈ ഗ്യാങ്ങിന് എന്തോ എക്സ്പെൻസ് ആണ് ഇത്. 1000 കോടിയൊക്കെ. ജോക്കി നിങ്ങൾ എന്തോ വിചാരിച്ച ജോക്കി? 35 പേര് രാപ്പകലില്ലാതെ ഇവന്മാരെ തീറ്റി പോറ്റണം. ഇവിടുത്തെ കറണ്ട് ബില്ല്, ഇവന്മാരുടെ ഇത്, പിന്നെ ഫുഡ്, വെള്ളം, ബുള്ളറ്റ്, തോക്ക്, പിന്നെ ഇവന്മാരുണ്ടാക്കുന്ന പെണ്ണേഴ്സ്, അത് ഇത് പോലീസ് സ്റ്റേഷൻ മിഷലേനിയസ് എക്സ്പെൻസസ്, ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങള്, ഇതിനെയൊക്കെ ആര് നോക്കും? എല്ലാം ഞാൻ തന്നെ നോക്കണേ. കുഞ്ഞുങ്ങളൊന്നുമില്ല വയറ്റിലെല്ലാരും. എടാ സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഞാന് പണ്ട് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നല്ല മര്യാദക്കുള്ള കുറച്ച് പേർ ഉണ്ടായിരുന്നൊരു ഗ്യാങ് ആണിത്. ഇതിപ്പം അരികെ ആപ്പ് പോലാണ് ഇപ്പൊ നമ്മുടെ ഗ്യാങ് ഹൗസ്. അനാവശ്യ പ്രൊമോഷനുകൾ ഞാനൊരു കാര്യം പറയട്ടോ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ പോലത്തെ ചെറിയ ഫോണായത്. ഇപ്പൊ ഫോണിൽ എന്തൊക്കെയാണെന്നറിയോ? ഫോണിൽ ടിൻഡർ, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വന്നിരിക്കും. മനസ്സിലായ ജോക്കി എങ്ങനെ ഈ സ്ലാങ് വെച്ചിട്ടാണ് ആൾക്കാരെ ഗസ് ചെയ്യണത്? തൃശ്ശൂർ ഏരിയ വില്ലുമോൻ. ദർശനം പറ. അതെ എടാ ഞാൻ പറഞ്ഞപ്പം വിളിക്കാവേ. ദർശന ഇവനായിട്ടുള്ള പിന്നെ എന്തിനാ ഇവനെ ഇങ്ങനെ ദർശനെ വിളിക്കാലോ. ദർശനയാ? ആ എടാ കേക്കാവോ? ഹലോ ഹലോ ജോക്കി. എടാ ഞാൻ ബീച്ചിന്റെ സൈഡിൽ നിന്ന് മെനിങ്ങാൻ നമ്മുടെ പിള്ളേരുമായിട്ടൊക്കെ നിക്കുന്ന സമയത്തേ ഒരു പെണ്ണ് മുടിയൊക്കെ എങ്ങോട്ട് അപ്പുറത്തും ഇപ്പുറത്തും പെണ്ണിന്റെ അടുത്ത് ചോദിക്കുക. ഞാൻ ചോദിച്ചു ആരാ? അവളുടെ പേര് ദർശന. എടാ ഓക്ക് ഞാൻ സിറ്റി നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്തോ പറഞ്ഞാലും അല്ല അതല്ല അണ്ണു. അതിപ്പോ നമ്മളിപ്പോ ഗൾഫിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കത്തില്ലേ? ദുബായ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മള് നോർമലി ചോദിക്കുന്നുണ്ടോ എന്നാ പോന്ന്, എന്താ പോന്ന്, അങ്ങനെ ചോദിക്കില്ല. അത് അത്രേ ഉള്ളു. പണ്ടൊരു പെട്ടെന്ന് കണ്ടപ്പോ അവര് ആകാംക്ഷ. നമ്മളെ ഫ്രണ്ട്സ് ആണല്ലോ എല്ലാരും ഇപ്പൊ സിറ്റിയിലൊക്കെ. വന്നിട്ട് ചുമ്മാ എപ്പ പോവും അടുത്ത ആഴ്ച ഞാൻ പോകുന്നില്ല. എടാ വാസു നീ ചത്തോ? ഇല്ല ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിച്ച് ആലോചിക്കുവായിരുന്നു. ഇതൊക്കെ ഏത് പെണ്ണാണ് ഇത്? എനിക്കത്ത് വന്നിട്ട് എപ്പോ പോന്നെന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. പെണ്ണുങ്ങളെ പറ്റി പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചു. നിന്നെ കുറിച്ച് എന്തോ അഭിപ്രായം? നിന്നെ കുറിച്ച് അഭിപ്രായം എന്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ ആരാ? അല്ല അങ്ങനല്ല. അവളെന്തിനാ എന്റെ അടുത്ത് നിന്നെ കുറിച്ച് അഭിപ്രായം? ആരും അല്ലല്ലേ? അല്ല അങ്ങനല്ല. അവളെന്തിനാ എന്റെ അടുത്ത് നിന്നെ കുറിച്ച്? അവര് 5 മിനിറ്റ് എടുക്കും അങ്ങോട്ട് വരാൻ. ഓർമ്മയില്ലേ നമ്മളെ മറ്റേ ഇതിന് വേണ്ടിട്ട് വന്നത്? മറ്റേ മാനേജർ അതൊക്കെ നോക്കാൻ വേണ്ടിട്ട്. ഇഗ്നോർ ചെയ്തിട്ട് കൊച്ചാ അതിന്റെ കാര്യമാണോ ജോക്കി പറയണേ? അതെ ഓ അതിന്റെ കാര്യമാണല്ലേ പറയണ? ഓക്കെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പേര് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ജോക്കി. എങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് പറയണം എന്നാലും എനിക്ക് മനസ്സിലാവും. പെട്ടെന്ന് എല്ലാരും കാണുന്നതല്ലേ. മിസ്റ്റർ എക്സ് നമ്മുടെ എല്ലാം കളഞ്ഞേ അനൗൺസ്മെന്റ് വന്നേ. മീറ്റിംഗ് വിത്ത് മിസ്റ്റർ എക്സ് ഡയറക്ടർ ടു വെയർ മാസ്ക് ഡ്യൂ ടു ദ കറന്റ് സിറ്റുവേഷൻ.
ഇതെന്താ മാസ്ക് എന്റെ പൊന്നു മോനെ വൈറസ് ഒന്നും പിടിക്കാൻ എനിക്കല്ല, കയ്യിലെടുത്ത് ചുറ്റാന്നല്ലേ ഉള്ളൂ. എവിടെയാടാ ഈ പോന്നെ? കുറെ നേരമല്ല വണ്ടി ഇട്ടാൻ തുടങ്ങിട്ട് വിട് എലിയെടുത്ത് വിട്. അവര് വരുന്നതേ ഉള്ളൂ. അവിടെ സ്കൂളിൽ പോയി നമ്മൾ കാത്തു കെട്ടി ഒരു പണിയില്ലാത്ത ഷണ്ടന്മാരാണെന്ന് കാണിക്കല്ലേ. നമ്മള് കുറച്ച് ബിസി ആണെന്ന് കാണിക്കണം. ദർശനയുടെ കാര്യം സീരിയസ്ലി അന്ന് വില്ലുമോനും എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ആരാ എന്റെ അടുത്ത് വില്ലുമോൻ പറഞ്ഞു, പിന്നെ മന്ദാരം ഒക്കെ പറഞ്ഞു. ദർശന എന്ന് പറയുമ്പോ അവരോട് എന്താന്നറിയോ, ദർശനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന്റെ ഒപ്പമുള്ള ജോലി വേണം, മനസ്സിലായ? അപ്പൊ നമ്മളെയൊക്കെ അല്ല മാനേജർ എന്തായാലും മാനേജിങ് കാര്യങ്ങള് നോക്കാൻ കാര്യങ്ങൾ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങും. അണ്ടി കട ഉണ്ടെങ്കിൽ 2 അണ്ടി വിൽക്കും. അല്ല കുരങ്ങന്മാരോ മറ്റവന്മാരോ ചാടി വന്നാൽ അവന്മാരെ അടിക്കണം. അല്ലാണ്ട് എന്ത് ഇവിടെ പ്രത്യേകിച്ച് ജോലി? മാനേജറെ വെക്കാനായിട്ട് ഉണ്ടാണ് എണ്ണ എടുക്കാൻ. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇതെല്ലാം നിർത്തി എന്റെ പണിക്ക് പോകും. ജോക്കി ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ആണ്ടിലൊരിക്കൽ സിനിമാറ്റിക്സ് വരുന്ന പോലല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്, മനസ്സിലായ? പിന്നെ ഇതൊക്കെ ചെറിയ കളിയാണെന്നാണ് വിചാരം. അതുകൊണ്ട് തന്നെ ഉറക്കമില്ല മനുഷ്യന്. ഇവന്മാരൊക്കെ പോയി നടക്കുന്ന വള്ളിക്കും അധികം എല്ലാം. പിന്നെ അതുകൂടാതെ സിറ്റിയിൽ പെർമനന്റ് കൊടുക്കുന്ന ഷാബു എന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കണ. ഞാൻ ഇന്ന് നാളെന്ന് പറഞ്ഞ് ജീവിക്കണ. ഞാൻ ഇതൊന്ന് ഏറ്റെടുത്ത് നോക്ക്. എനിക്ക് ആ കൊച്ചിനെ അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. ഒരുമാതിരി എന്തോന്ന് സംസാരം. അണ്ണ എപ്പോ പോവും. ഞാൻ പോയിട്ടൊന്നും കാണിക്കാന് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് അല്ല ഫോൺ എടുത്ത് നോക്കുന്നു, മെസ്സേജ് അയക്കുന്നു. ചുമ്മാ പിന്നെ 10 വട്ടം ചോദിച്ചാണോന്നേ. എന്തിനാ ജോക്കി നമ്മളീ പെണ്ണുങ്ങളെ പറ്റി സംസാരിക്കുന്നത്? അതല്ല പറയാൻ വന്ന കാര്യം പറയട്ടെ ജോക്കി. നമ്മളൊരു കാര്യം, സംസാരങ്ങൾ ക്ലിയർ ആവണേ ജോക്കി. സംസാരങ്ങൾ ക്ലിയർ ആവണം. ഹലോ, സംസാരങ്ങൾ ഒരു നാല് വരുന്നു. അല്ല അവരെത്തിയെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് 2 കറക്കിട്ട് പോയാൽ മതി. ഞാൻ കുറെ നാളായി കേട്ടോ, കുറെ നാളായി പെണ്ണുപിള്ളെ കണ്ടിട്ട്, മനസ്സിലായോ? ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭയങ്കര ആറ്റിറ്റ്യൂഡും അഹങ്കാരം തലക്കി പിടിച്ചു നിൽക്കുന്ന ഒരു പെണ്ണാണ് അവളിപ്പോ. ഈ എലി എന്ന് പറയണത്, മനസ്സിലായ? ഞാനേ ജോക്കി ഞാൻ ആ ആറ്റിറ്റ്യൂഡിലും ആ സ്വാഗിലും മാത്രമേ സംസാരിക്കുള്ളേ. ചന്ദ്രന്റെ അലിയുടെ കല്യാണം നടത്താൻ ഇവരുടെ സമ്മതം കൂടെ വേണമെന്ന് ചൂട് ജോക്കി. എന്താണ്ടോ ഞാൻ ഇതാരാ? ഹലോ അതാരാ? എന്നെ അറിയത്തില്ല പുള്ളിക്ക്. ഇത് മെറ്റാമുരുകനാണ്, മെറ്റാമുരുകൻ. സാബുവിന്റെ ഒരു കാര്യം. എന്തോ പറയാ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ. ഗ്യാങ് ഹൗസ് മൊത്തം ഉണ്ടല്ലോ. ഇതാണ് രഹസ്യമായിട്ട് സംസാരിക്കാൻ വന്നേ. ആറ്റിറ്റ്യൂഡ് ഇതാരൊക്കെയാ? ഇത് പഠിക്കാൻ പോലും ആരില്ലാത്ത ഒരാളുടെ വീട്ടിൽ എന്തിനാണ് ഈ അടച്ചിട്ട് വെച്ചേക്കണ? എനിക്ക് മനസ്സിലായില്ല. ഒരു മനുഷ്യനുള്ളിൽ പഠിക്കാൻ വേണ്ടി ഒരു സൂര്യബോസ് ഉണ്ട്, വേറെ ആരും ഇല്ലല്ലോ. വാസു എന്താ സാബു? வாசு செல்லம், உன்னோட யாரோ பேசணுமா? ஹலோ, லவுட் ஸ்பீக்கர் இட்டு பேசுறீ. ഹലോ അവിടുന്ന് സംസാരിച്ചില്ലല്ലോ. ഹലോ, കേക്കാവോ? അസുണ അതെ ദർശന, എന്റെ ഫോണേ കളഞ്ഞു പോയി. എന്റെ ഫോണ് ഞാൻ പുതിയ ഫോൺ എടുത്ത് നമ്പറൊക്കെ കിട്ടിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ദർശനയുടെ നമ്പർ എത്രയാണെന്ന് പറയുവോ? കോച്ചിന്റെ മേടിച്ചോളാവേ. ഹലോ കോച്ച് ആര്? ഉനക്ക് யாரு കോച്ച്? நான் இவனுக்கு தான் கோச். ஹலோ தர்ஷனா, അതെ ഞാൻ വിളിക്കാവേ. എന്തിനാണ് ദർശനെ വിളിക്കുന്നത് ഇടക്കിടക്ക്? எனக்கு വിളിച്ച് നമ്പർ കേക്ക വന്നത്, അത്രേ ഉള്ളൂ. ഉങ്ങളുടെ നമ്പർ എവിടുന്ന് കടച്ച്? ആഷ് കൊടുത്ത്. ആഷിന്റെ നമ്പർ എവിടുന്ന് കിട്ടി? அது எனக்கு அறியல, அது அவனதான் கேட்கணும். நாங்க கார்ல வரும்போது அவ சம்சாரிச்சு அப்ப ஆஷ்
ஃபோன் நம்பர் கொடுத்து அப்புறம் நான் சம்சாரிச்சு இப்போ நான் உனக்கு கொடுத்த ஃபோன் நம்பர் எழுதிக்கோ 480. ആ പറഞ്ഞു 480. ഫോൺ എടുക്ക്. ഞാൻ ഇതൊക്കെ മൈൻഡിലെ ഫീഡ് ചെയ്യുന്നവനാണ്. ഒറ്റവട്ടം കേട്ടാ മതി. 480 480 578 578 7946. 7946. അത്ര ഉള്ളൂ. നമ്പർ പറ തിരിച്ച്. 67 മൂമ്പി വാ. நான் உனக்கு மெசேஜ் அனுப்பான். புது நம்பர் எனக்கு கொடு ஃபர்ஸ்ட். എന്റെ പൊന്നു വാസു എനിക്ക് സമയം കളയില്ല മനസ്സിലായോ ബിസിയാണ് ബിസി ഇതൊന്ന് തുറന്ന് ആ என்ன மேடம் எப்ப എലി பார்த்தாலும் എലി എലി சாத்தி എലി விட்டுறீங்க. എലി മാത്രം ഇങ്ങോട്ട് പോയാലി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കണ്ടായിരുന്നു. പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനീഷ്യൽ ഒന്നും ഇല്ലെന്ന്. പരുന്തു വാസു അത് മതി. എന്റെ എക്സ് ആയിരുന്നിടത്തോളം നിങ്ങൾക്ക് എനിക്ക് ഇനിഷ്യൽ ഇടാം. പരുന്തുവാസു എക്സ്. ജോക്കി ഇതൊക്കെ ചോദിക്കണേ ഇതൊക്കെ നാണുണ്ടോ നിങ്ങളുടെ എക്സിന്റെ അടുത്ത് എക്സ് ഒന്ന് ഇട്ടതിന് വല്ലൊരു അല്ല ജോക്കിനെ കൂടെ ചോദിപ്പിക്കാൻ നിങ്ങൾ ചോദിക്കുക. എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക. ഞാൻ പറയാൻ മറുപടി. അപ്പൊ എലി അപ്പീന്ന് വിളിക്കാമോ? എന്തിനാടി എക്സ് എന്ന് ഇട്ടത്? നിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്തിനാടി എക്സ് എന്ന് ഇടുന്നേ? നിങ്ങൾ എന്റെ എക്സ് ആയതുകൊണ്ട് മുഖത്ത് നോക്കി തിരിച്ചു പറഞ്ഞു. ബാക്കി സംസാരിച്ച ജോക്കി. സംസാരിച്ചു. ഹലോ ജോക്കി ഇങ്ങേറെ അടുക്കളക്ക് തീ പിടിച്ചത് ഇങ്ങേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക് വെളിയില്. என்னடா ஏதோ கழுது கத்துது. പെരിയമ്മയുടെ ചിരിപ്പ് സൂപ്പർ സിരിപ്പ്. ஏதோ கழுது கத்துது ഇവിടെ സ്കൂളില. എന്റെ പൊന്ന് ജോക്കി വാ തുറക്ക്. ഹലോ ഹലോ സംസാരിക്കണില്ലേ നിങ്ങൾക്ക്? ഇത്ര നേരം സംസാരിച്ചൊന്നും കേട്ടില്ലേ? ആ പിന്നെ ഞാൻ കേട്ടായിരുന്നു. പലർക്കടല കൊടുക്കാനുള്ള പൈസ. കോച്ച് 1 സെക്കൻഡ് കോച്ച് இந்த മൂഞ്ചിക്കിട്ടേയും വരാതെന്ന് ചൊല്ലി കോച്ച്. എടാ നിങ്ങൾ എല്ലാരും ഒന്ന് അങ്ങോട്ട് മാറിക്കോ. എല്ലാരും ഇങ്ങോട്ട് മാറിക്കണം. എല്ലാരും നാണോ വർക്കണത്തില്ല. എലി 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 ആ വിവരം ഉള്ളതിന് ആ വിവരം ഉള്ളു. അവിടെ പോയി വിളിക്കണം ജോക്കി. എനിക്ക് പറ്റൂല. ഞാൻ പോത്തില്ല. അത്ര വിവരം ഉള്ളതിന്. എലി ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചോട്ടെ, നമ്മളൊരു വീട് വെക്കുവാണെങ്കിൽ അതിനകത്ത് എത്ര സ്പേസ് കാണും കക്കൂസിന്? കുറച്ചധികം. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ വരും ജോക്കി. അത് കാരണം നമ്മൾ എറിഞ്ഞു ദൂരമാണോ പിള്ളേര്? നല്ല അപ്പി ഫുഡല്ലേ ജോക്കി കൊടുക്കുന്നത്. ഇതിനകത്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. സ്കൂളിനെക്കാട്ടിലും വലിയ കക്കൂസ്. ചന്ദ്രന്റെ മോനെ ചില സമയത്ത് അവന്റെ അച്ഛനെ പോലെ എറിഞ്ഞു തൂറാറുണ്ട്. അത് കാരണം നമ്മൾ കുറച്ച് സ്പേസ് അവന് കൊടുത്തിട്ടുണ്ട്. എറിഞ്ഞു തൂറെന്നാ ടീച്ചർമാരൊക്കെ പഠിപ്പിച്ച എറിഞ്ഞു തൂറും. മനസ്സിലായോ പിള്ളേര്? ഇഷ്ടപ്പെട്ടെ PR ടീം പ്ലീസ് നോട്ട് ആ ക്ലിപ്പ് കട്ടിയാണേ. പറഞ്ഞോളൂ എന്താണ് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള മിസ്റ്റർ പരുന്തുവാസു എക്സ്? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം കുറെ നാളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും കല്യാണം കഴിക്കണ്ട എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പണ്ടോട്ടെ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ പെമ്പിളടുത്തൊന്നും അങ്ങനെ വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല. എക്സാക്ട്ലി. ഞങ്ങളങ്ങനെ പിള്ളേരെ ഒന്നും അടുപ്പിക്കാറില്ല. അങ്ങനെ അധികം ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാറില്ല. ഞങ്ങൾക്ക് വാറ് പിന്നെ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ ഗ്യാങ്ങൊക്കെയാണ് പ്രയോറിറ്റി. ആൻഡ് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മളിവിടെ ടോപ്പായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ആൻഡ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പം നമ്മളത് കംപ്ലീറ്റ്ലി നമ്മുടെ അതിനകത്ത് അലോ ചെയ്തിട്ടില്ല. അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗോഡ് ഫാദറിന്റെ മൈൻഡ് മാറി. കാരണം പുള്ളി ഇത്രയും നാള് പുള്ളിയുടെ അമ്മായിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മായി മരിച്ചു പോയപ്പോഴത്തേക്കിന് പുള്ളിയുടെ കാര്യങ്ങളൊന്നും ടേക്ക് കെയർ ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇനി മുന്നോട്ട് അങ്ങനെ അല്ല ജോക്കിക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേക്ക്. സുമതി ചത്തോ സുമതി ജീവിച്ചോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല നിനക്ക്. മനസ്സിലായോ? സുമതിയല്ലേ അമ്മായി? സുമതി ആയിക്കോട്ടെ അമ്മ. എനിക്ക് പല അമ്മായിമാരും ഉണ്ട്. എല്ലാ അമ്മായിമാരെ അങ്ങ് അറിയണോ? ഹലോ പൊക്കാണത്. ഹലോ കേക്കാവോ? നിന്നെ ഇവിടെ കാണുന്നില്ലായിരുന്നല്ലോ കുറച്ച്. ഞാനോർത്ത് ആരാണ്ട് ഫ്രൈ ചെയ്ത് അടിച്ചെന്ന് നിന്നെ. നിന്റെ എന്റെ കൈ കൊണ്ടാ. നിന്നെ വരട്ടാനുള്ള മസാല ഞാൻ എപ്പോഴേ ടിവിയുടെ ഗ്യാങ്കോസി വെച്ചിട്ടുണ്ട്. നിന്നെ ഒരു ദിവസം ഞാൻ പൊരിക്കും.
ഇപ്പൊ നീ നിന്നെ പറഞ്ഞു തരാം, നിന്നെ പറയിക്കാൻ നിന്നെ ഞാൻ പൊരിച്ച് തിന്നില്ലെങ്കിൽ നീ നോക്കിക്കോ കേട്ടാ. ചിമ്പാൻസി മറ്റേ വേറെത്തുണ്ടല്ലോ അവന്റെ ഗ്രില്ലും നിന്നെ ഞാൻ മസാല ഇട്ട് വരട്ടും ഞാൻ, നിന്നെ നോക്കിയോ. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ അങ്ങ് നെഗറ്റീവാ. മറ്റേ എലിയും കൊരങ്ങനും ശശികൊക്കും കൊളയട്ടെ. ഓ ദൂരപ്പോ എടാ ഇവള് പറഞ്ഞു വെച്ചാ നിനക്ക് ദർശന എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ രണ്ടാള് വാസു ഇതൊക്കെ സത്യമാണ്. എന്റെ പൊന്ന് ജോഗി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ മറ്റേ പണ്ടത്തെ സീരിയലുകളിലല്ലേ മറ്റേ ഇങ്ങനെ അഭിനയിക്കുന്നത്, അതുപോലെ കുശുമ്പും പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് ഇവളൊന്നും എങ്ങും എത്താതെ ഈ സ്കൂളിന്റെ ഇവിടെ ഇങ്ങനെ നടക്കണം, ആൾക്കാർ പോലും കയറാത്ത സ്കൂളായിട്ട് നടക്കണത്. മനസ്സിലായ? ഇത് പണ്ടത്തെ ഈ കൊക്ക് പറയാനൊക്കെ പറഞ്ഞൂടെ? പറഞ്ഞു എനിക്ക് ദേഷ്യം പറഞ്ഞു, ഞാൻ വരലെന്ന് പറഞ്ഞാണ്. ഇത് ഇവിടുത്തെ ഒരു മനുഷ്യനാണോ ഈ കൊക്ക? ഈ പെണ്ണുങ്ങളൊക്കെ എന്നിട്ട് അത് വിടെ, അത് നമ്മൾ നോക്കിക്കോളാം. അത് എന്തുവാണ് നീ കൂടുതൽ ഇതാക്കാതെ. ഇനിയിപ്പൊ ഞാനും ദർശനം തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് ജോക്കി നോക്കിക്കോളും. അതിൽ കുട്ടി കൈയിടത്തേണ്ട കാര്യമില്ല. ആ നോക്കിക്കോളും. നീ ഏതാ പറയാൻ നമ്മുടെ ചെറുക്കനെ കുറിച്ചിട്ട്? നീ ആരാ സത്യം പറഞ്ഞ? ഏതാ നീ ഇവിടെ പറയാൻ വന്ന? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങള് പറയാൻ വന്ന കാര്യം അങ്ങോട്ട് കേക്ക്. പറയാൻ വന്ന കാര്യം അങ്ങോട്ട് കേക്ക്. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. ഇവിടെ സംസാരിക്കുമ്പോൾ സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. അലീന കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അലീനയുടെ സുഹൃത്തെന്ന നിലയ്ക്ക് എലി കുറെ നാളായിട്ട് ഈ എലിയും അലീനയും അലീനയും ചന്ദ്രനും അലീനയും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, കുറെ നാളായിട്ടുള്ള ദീർഘ ബന്ധമാണ്. മനസ്സിലായോ? ആത്മാർത്ഥ സ്നേഹം അത് തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ച് ഗ്യാങ്ങില് വേറെ ആർക്കും എതിർപ്പില്ല, ഗ്യാങ്ങില് വേറെ ആരും കല്യാണം കഴിക്കണമെന്നും താല്പര്യമില്ല. വാസുവിന്റെ അടുത്തൊക്കെ ചോദിച്ചായിരുന്നു, വാസുവിന് ഒരു താല്പര്യമില്ല കല്യാണം കഴിക്കാൻ. അതാണുങ്ങളാവുമ്പോ പലതും ചെയ്യും. അപ്പം നമുക്ക് ഈ ചില ആൾക്കാരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ ഇപ്പൊ ഓരോ സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോഴാണല്ലോ നമുക്കത് ബാഡ് അടിക്കുന്നത്. അതെ, അങ്ങനെ ഉപയോഗിച്ച് നോക്കി ബാഡ് അടിച്ചതാണ് എനിക്ക്. അതുകൊണ്ട് ഈ കല്യാണവും കളവാണോ ഒന്നും എനിക്ക് വേണ്ട. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം വാസു, സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. അപ്പം ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഈ അലീനെ കുറിച്ച് എന്താണ് എലിയുടെ ഒരു അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. കാരണം അവളെന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ. അങ്ങനെ ഞാൻ അത് മാത്രമേ ഉള്ളൊരു കുറവ്. സത്യം. നോക്കി കാണുമ്പോ ഞങ്ങളെ സംസാരിക്കാൻ വന്നത് ഞങ്ങളെ ഇത് കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. കുട്ടിക്ക് മറ്റേ വെട്ടിയിടാൻ വേണ്ടിട്ട് സാബു ചന്ദ്രൻ വെളിയില വെയിറ്റിംഗ് കുറച്ച് ഡോർ തുറന്നു വിട മുടിയുമോ മാഡം? അലീനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. ബ്രെയിൻ കൊടുക്കാവോ? കുട്ടിക്ക് ബ്രെയിൻ ഇല്ലല്ലോ. സോറി. ഞങ്ങളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ ചന്ദ്ര? വാസന ഇങ്ങനെ മഴ നമ്പത്തേക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. സോ ഞങ്ങള് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ, ഗ്രാൻഡ് ഫാദർ പുള്ളി എടുത്ത് കൊണ്ടിരിക്കും മിണ്ടാരി. ഗ്രാൻഡ് ഫാദർ നമ്മുടെ ഗോഡ് ഫാദറിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് വലിയൊരു ഇതില്ലെങ്കിൽ പോലും അതുപോലത്തെ ഒരു ചെറുക്കനെയൊക്കെ എടുത്ത് വളർത്തി വലുതാക്കി, എന്നുവെച്ചാൽ ആ ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റും പരിഗണനയൊക്കെ നമ്മൾ വളരെ കുറച്ച് പേരിലേ കണ്ടിട്ടുള്ളൂ. സോ അപ്പൊ ചന്ദ്രന്റെയും അലീനയുടെയും കല്യാണം നടത്താൻ നമ്മൾ തീരുമാനിച്ചു എന്നല്ല, നമ്മളിങ്ങനെ ഒരു ഇവരുടെ അഭിപ്രായം കൂടി ഞാൻ ചോദിക്കണം. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചന്ദ്ര നിന്റെ ചന്ദ്ര ഞാൻ പറയുന്നേക്ക്, നാളെ നീയും അലീനയും കൂടെ വന്ന് കാണണം. മനസ്സിലായോ? അലീനയും നീയും വന്ന് ജോക്കിയോട് സംസാരിക്കണം. നീയല്ലേ പിന്നെ ആ പെണ്ണിനെ 24 മണിക്കൂർ വണ്ടിയിലും കയറ്റി ആണ്ട് അത് നിന്റെ അതിന്റെ തന്തയാന്ന് പറഞ്ഞു നടക്കുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ ഒരു മഹിമ.
കുടുംബത്തിന്റെ ഇല്ല, മഹിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നീയും അവളും കൂടെ പോണണ്ടാ കൊക്ക്. അങ്ങോട്ട് പോയി താമസിക്കണം. ഇതിനെ എനിക്ക് നീ ഒറ്റയ്ക്ക് വേണമെങ്കിൽ കാണുമ്പോ താമസിക്കാം. എനിക്കങ്ങ് ചെകുത്താട് വരും. അണ്ണാ എനിക്ക് അങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുവാണോ സത്യം പറയാലോ? എന്താ എനിക്ക് അങ്ങനെ- ഇതിനകത്ത് ആരെങ്കിലും കല്യാണം എനിക്കങ്ങനെ- കഴിക്കും? പറ്റിയ ഇതിനകത്ത് ആരെങ്കിലും കല്യാണം കഴിക്കുന്നതിനെ ഒരുമിച്ച് താമസിക്കണമെങ്കിൽ എടേ നിനക്ക് അവളെ ഇപ്പൊ വേണ്ടി ഇഷ്ടമില്ലേ? ഒരു സെക്കൻഡ് ആ വാസന തന്നെ വലിയ ഈ അന്ന് റൂളൊക്കെ ചെന്നറിയോ? ദേ, എടാ, ഇവൻ എന്റെ നീ എന്റെ മൂട്ടിനകത്ത് പാന്റ് സിബിനകത്ത് കേറിയടാ കൊക്കെ. ഓ കക്കൂസിലെ തൂറു നീ. അണ്ണാ ആ, ഇങ്ങനെ ഗേ ആണ്, ആ, ആ? ഇങ്ങനെ ഗേ ആണ്. ആര്? ചെറിയ കൊതം വെച്ച് വലിയ തൊണ്ട. ഡേയ്, ഇവിടെ എന്തോ ഇത്? ഇത് കീറിയാ? കീറിപ്പോയാ? എന്ത് സൗണ്ടാ ഇത്? ഇതൊക്കെ എന്റെ പൊന്നെ, സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആന പെറുന്ന സൗണ്ട് ആയിരുന്നു. കേട്ടായിരുന്നു അത്? എടാ ഞാനൊരു കാര്യം കേട്ടോ ചന്ദ്ര, നീ ഇത്ര നാളത്തെ നിങ്ങളുടെ ആഗ്രഹമല്ലാതെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. ആണ് ഞാനൊരു കാര്യം പറഞ്ഞത്. ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് ആണ് ശരിക്കും പറയാലോ. എനിക്ക് മനസ്സങ്ങട് അല്ലല്ലേ ഞാൻ നിൽക്കുമ്പോ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. അന്ന് എന്റെ മനസ്സങ്ങോട് പ്രിപ്പയർഡ് അല്ലെന്നാ പറയണത്. പ്രിപ്പയർഡ് അല്ലെന്നോ? നമ്മൾ ഇത്ര നാള് അണ്ണു പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ എടാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. ഈ വാസുവിന് കല്യാണം കഴിക്കണ്ട, ബാക്കി ആർക്കും ഞാൻ കല്യാണം കഴിക്കണ്ട. അപ്പൊ നിനക്ക് മാത്രമേ സിറ്റിയില് ഒരു കൊച്ചുണ്ടെന്നും പറഞ്ഞ് നടപ്പുള്ളൂ, മനസ്സിലായോ? അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ നീ കല്യാണം കഴിച്ചോ, ഒരു കല്യാണം ഫസ്റ്റ് ആൻഡ് ഫൈനൽ. കേട്ടണ്ട സംസാരങ്ങൾ ക്ലിയർ ആവണേ, കേട്ടല്ലോ. അല്ല അലീനയുടെ സമ്മതം കൂടി ചോദിക്കണ്ടേ നമ്മള്? അലീനയുടെ സമ്മതം ചോദിക്കും. ഇത്ര നാള് എടാ നിനക്കൂടെ സമ്മതമാണെങ്കിൽ നാളെ പെണ്ണ് കാണാൻ പോവാന്നുള്ള രീതിയിലാണ് ഇരിക്കണത്. പെണ്ണ് മൂഡ് മാറ്റല്ലേ എന്റെ മൂഡ് എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മൂഡ് സിങ്സ് ആണേ. ഇപ്പൊ കെട്ടിയ എന്റെ പൊന്ന് ചന്ദ്ര, സീരിയസ്ലി എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ. ലോക്കാക്കല്ലേ അണ്ണ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കല്യാണം പെട്ടെന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഘോഷമായി, പന്തലായി, കുറച്ചു ദിവസം ഡാൻസ് പാട്ട്. ഇന്ന് ചെക്കന്റെ കല്യാണം കിടുമാസടാ പാട്ടൊക്കെ ഇട്ട് നമുക്ക് ആഹ്ലാദിക്കാം. ഇപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടെണ്ണ. ഈ സിറ്റിയിൽ ഒത്തിരി പെമ്പിള്ളേര് മെഴുകാൻ പറ്റുന്നുണ്ട് ആവശ്യത്തിന്. ഞാൻ ലോക്കായി പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്തൊരു ചിന്താഗതിയാടാ. അലീനെ പോലെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നേ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഫ്ലേർട്ടൊന്നും ചെയ്ത് നടക്കൂലായിരുന്നടാ. അന്ന തേച്ച് ചെവറിലൊട്ടിച്ച സാധനം അവിടെ നിക്കട ചിരിച്ചോണ്ട്. അവളെന്നെ പറ്റിച്ചതല്ലേ? എന്ത് പറ്റിച്ച്? ഇവളെന്നെ പറ്റിച്ചതാ. ചാടിയത് അണ്ണനപ്പൊ ഇപ്പൊ വേറെ ആരടുത്ത് ഒരു ബന്ധമില്ലെന്നാണ് അണ്ണൻ പറയണേ. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലടാ, അങ്ങനത്തെ ഇതില്ല. ഇല്ല അണ്ണ എന്നെ ഉൾക്കൊള്ളിക്കാണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മൂഞ്ചി അടപടെല്ലാം തേഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതുപോലെ എന്തുണ്ടെങ്കിൽ അത് നശിച്ചു പോകും, അത്ര തന്നെ. ഇല്ല ഞാൻ നിന്നെ അങ്ങനെ ഒരിക്കലും ചെയ്തില്ല. ലബി ബ്രോ ഞാൻ കണ്ടില്ല. താങ്ക് യു സോ മച്ച് 5 മെമ്പർഷിപ്പ്. എനിക്കതേ പറയുള്ളൂ അണ്ണാ. ബാക്കി അണ്ണ ഇത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ജോക്കി ഇത്രയും എഫേർട്ട് ഒക്കെ എടുത്ത് അത് നടത്തി തരാന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നീ കല്യാണം കഴിക്കാളിയാ, എന്നിട്ട് അങ്ങ് ഡിവോഴ്സ് കെട്ടി അണ്ണ. ഞാൻ ഇപ്പോഴേ ഞാൻ ഒരു തന്തയാണെന്നാണ് സിറ്റിയിൽ അറിയണം അണ്ണ. ഞാൻ ഇനി കെട്ടി കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചത് മാരിയിടുന്നൂടെ അറിഞ്ഞ പെമ്പിള്ളേരുടെ ആകർഷണം പോയി പോകണ. സിറ്റിയിൽ അധികം ആൾക്കാരെ അറിയിക്കാതെ നമുക്ക് പയ്യെ നടത്താം. വളരെ അണ്ണല്ലേ അണ്ണ ഈ സിറ്റിയിൽ 500 പേരുണ്ടെങ്കിൽ 600 പേര് അണ്ണൻ വിളിക്കും. അല്ല നീ ഒരു കാര്യം പറ, ലാസ്റ്റ് നമുക്ക് എന്ത് പുള്ളിയുടെ സന്തോഷത്തിന് വേണ്ടിട്ട് പെണ്ണ് കാണാനെങ്കിലും നടത്താം. ഇങ്ങനെ നാളെ ഞാനാണുള്ള കാലം മൊത്തം ജീവിക്കേണ്ടത്. അത് ആ മൂദേവിയുടെ കൂടെ പെണ്ണ് അവരാണെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാത്തിന് പല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? പിന്നല്ലാണ്ട് പെണ്ണ് കാണൽ നടത്താം. പെണ്ണ് കാണലിന്റെ അവസാനം നമുക്ക് എന്തെങ്കിലും അവിടെ നടക്കാം. ഇത് അവക്കൊട്ടും താല്പര്യമില്ലാത്ത കേസാണ്, മനസ്സിലായില്ല. അവക്ക് ഇങ്ങനെ കെട്ടണം നിർബന്ധം. ഞാൻ ഇന്നലെ പെണ്ണ് കാണൽ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ആലോചിക്കാം. നമുക്ക് പെണ്ണ് കാണൽ കണ്ടിട്ട് അവിടെ ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഉറപ്പാണേ. പിന്നെ
Destroy my love, please call me. டேய் இந்த பாத்ரூம்ல இருந்து ஒட்டு கேக்குறவங்கள துப்புடா ஒரு வாட்டி. ബാത്റൂം ഒട്ടിരിക്കണ തുപ്പാനാ? ആ സാബു എന്തോ പറഞ്ഞിട്ട് പോയി. ഞാൻ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സംസാരിക്കുന്നത് മൊത്തം ഇവിടെ എലി കേട്ടോണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ജോക്കി, പണ്ടേ സീരിയല് എനിക്ക് സത്യം പറഞ്ഞ സമയം കളയാനോ എനിക്ക് താക്കില്ല. അതിനെ കേട്ടോണ്ട എനിക്ക് നമുക്ക് നാളെ പെണ്ണ് കാണാൻ പോവാം. കണ്ടോ മതില് ചാടി വരുന്നത്. നാണമില്ലടി പിത്തക്കാടി ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നു ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിട്ട്. ചന്ദ്ര മറ്റേ അലീനയ്ക്ക് കെട്ടിച്ചതായോ. പക്ഷെ ഗാങ്ങില് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഗാങ്ങിൽ ഒറ്റ കല്യാണേ ഉള്ളൂ. പിന്നെ വേറെ കല്യാണം കളവണമെന്നൊന്നും പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. ജോക്കി ഒന്ന് ചില്ലായേ ജോക്കി, ഒന്ന് ചില്ലാവും പ്ലീസ് ജോക്കി. ഞാൻ പറയണ സമാധാനത്തോടെ കേക്ക് ജോക്കി. കല്യാണം അടുത്ത വർഷത്തിലോട്ട് വെച്ചിട്ട് മനസ്സമ്മ നടത്തിയാലേ? അതല്ലേ ഒരു രീതി. നമുക്ക് ആദ്യം പോയി പെണ്ണ് കാണാം. എടാ ആദ്യം പോയി പെണ്ണിനെ കണ്ടിട്ട് പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ചോദിക്കണ്ടേടാ. നീ എന്താടാ ഇങ്ങനെ? കല്യാണം പറയുമ്പോ ലൈഫിന്റെ ഒരു ജോൺ വരുമോ? അതെ ചത്ത്. ജോണോ? അലിയുടെ അച്ഛൻ ജോൺ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല അത് ഇവളെന്നെ കൊന്ന് വിഷം കൊടുത്ത് കൊറേ ഇത് കാണിച്ചപ്പോഴത്തേക്ക്. ആണല്ലേ? നല്ല ഫാമിലിയാണ് ജോക്കി, നല്ല ഫാമിലിയാ. അതാണ് ഇവിടെ നാളെ എന്നെയും കൊല്ലും അണ്ണനെയും കൊല്ലും. അതിപ്പോ നാളെ എന്താന്ന് വെച്ചാൽ അതിനൊരു തീരുമാനം നോക്കണം, മനസ്സിലായോ? നാളെ നമുക്ക് എന്നാ ജസ്റ്റ് ഒരു ഫോർമൽ ആയിട്ടാണ് നമ്മൾ ഇത്രയും കുടുംബം സിറ്റിയിലെ പിന്നെ അതല്ല പറയുന്നേക്ക്. നാളെ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്യാങ് മീറ്റിംഗ് അർജന്റ് ആണ്. അത് വെക്കാം. നാളെ എല്ലാരും ഞാൻ കൊണ്ടുവരാം ഇവിടെ. അർജന്റ് ആണ്, ഒരു ഗ്യാങ് മീറ്റിംഗ് വെക്കണം. ബാക്കി പറയുന്നു. അണ്ണു ഉടനെ പോലേ? ഇല്ല. நீ தந்தன தள்ளன கூட கடக்காலோ. அவன் கேமரா மோட் இட்டு காணிட்டு இருக்கான். எல்லாம் கேட்டானு. இங்க வாடா. കളക്കടേ ഇത് ഡേയ് സെഞ്ചുറി അടിക്കണ മുന്നേ 6 മറ്റേ ട്രോഫി കിട്ടിയാണ് എനിക്ക്. കാത് കേക്കലടാ. ഇങ്ങ വാടാ. അവൻ ക്യാമറ മോഡ് ഇട്ടിട്ട് വേറെ എവിടെയോ പോയി. അങ്ങനല്ല സൂര്യ എടാ വാ ഉന്നോட പെരിയപ്പ വാ ഇങ്ങ വാ. അല്ലടാ വാസു ഇങ്ങോട്ട് വന്നേ. വാസു ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അവിടെ ബാത്റൂമിലൊക്കെ ഓരോ ഏപ്പരാച്ചുകൾ ഇരിക്കും. ഇങ്ങോട്ട് വാ. ഞാനൊരു കാര്യം പറയട്ടെ, കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. സംസാരങ്ങൾ ക്ലിയർ ആണ് യോഗി. അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഇതിന്റെ ആവശ്യമുണ്ടോ യോഗി? നിങ്ങൾ പീരീഡ്സിലാണ്? എടാ അതല്ല ഞാൻ ഈ ആലോചിക്കുന്നത് എന്തു പറയാവോ, ചന്ദ്രൻ റെഡിയല്ല, മനസ്സിലായോ? അല്ല ഞാൻ ഇതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കുവാണ് അങ്ങോട്ട് നിനക്ക്. പിന്നെ ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗ് വേണം നാളെ. വേറെ കല്യാണോ കളവണോ ഒന്നും പറ്റത്തില്ല. ഇതിന്റെ പേരിൽ ഇനി ചന്ദ്രൻ കല്യാണം കഴിച്ചല്ലോ എനിക്ക് കല്യാണം കഴിക്കണ്ടേ എന്നുള്ള സാധനമൊന്നുമില്ല. യോഗി ഞാൻ ഒരു കാര്യം ജോക്കി എടുത്ത് പറഞ്ഞോട്ടെ ജോക്കി, ഈ ഒരാളെ കൊണ്ട് ജോക്കി എന്ത് ചെയ്യാന്? ബാക്കിയുള്ളവർക്ക് ജീവിതം വേണ്ട ജോക്കി. ഇതൊക്കെ വീട് ജോക്കി കുറച്ചുകൂടെ ജെൻസിയിലേക്ക് വന്നേ. എങ്ങനെ? ജോക്കിയുടെ തീരുമാനം പോലെ. അതെ ഫാമിലി പോലെ കാണുന്ന ചേച്ചി എന്നുള്ളത് എന്തായി നിങ്ങളുടെ തീരുമാനം? കണ്ട അമ്മൂമ്മയോടെ കൊണ്ടല്ലേ നാളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. പെണ്ണ് അത് തന്നെ. കൺഗ്രാറ്റുലേഷൻസ് ചന്ദ്ര. താങ്ക് യു. നാളേക്കതാ ഉന്ന അമ്മാവുടെയോ അപ്പാവുടെയും പെണ്ണ് കാണൽ ഫംഗ്ഷൻ. ആദ്യമായിട്ട് ലോകത്തൊരു മോനാണ് തന്തയുടെയും അമ്മയുടെയും ഇത് കാണാൻ പോകുന്നത്. ഓക്കെ മനസ്സിലായ? അപ്പൊ നാളേക്ക് പ്രിപ്പയർ പണണം. അതിനാൽ അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. നാളേക്ക് ലഡു ജിലേബി എല്ലാം പ്ലേറ്റില് കൊണ്ടുവന്ന് അങ്ങേ പോടണം. അവിടെ നിന്ന് തിന്ന് തീർക്കരുത്. അങ്ങ ടേബിളിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് വെക്കണം. വെക്കണം. എല്ലാടാ എന്റെ നെഞ്ചത്ത്
உங்க நெஞ்சத்து ആ അവനെ കിടത്തും നേരെ ആ നെഞ്ചത്തോണ്ട് അങ്ങോട്ട് വെക്ക എടാ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് നിന്റെ പേഴ്സണൽ സംസാരിക്കുന്നുണ്ട്. பர்சா എടാ നാളെ നിന്റെ ഇവരുടെ വീട്ടിലോട്ട് നിന്റെ അമ്മയുടെ വീട്ടിലോട്ട് വരുമെന്ന് നമ്മള് കുടുംബത്തോടെ. ஓ மனசிலாயி எங்க தாத்தா பேரு ஜான் அறியல உங்களுக்கு தாத்தா இருக்காரு അപ്പൊ ഇരിക്കാ ഈ ചന്ദ്ര എങ്കിட்ட ചൊല്ലി അത് അലീന വന്ന് വിഷം കൊടുത്ത് കൊന്നെന്ന്. கள்ளம் கள்ளம். தாத்தா இருக்காரு நான் இப்பதான் சம்சாரிச்சேன் நேத்தி கூட போன் விളിച്ച് സംസാരിச்சேன். தாத்தா அப்பப்போ எனக்கு இடைக்கிடைக்கு கால் செய்யும். താത്ത കോൾ ചെയ്യുമാ? ஆமா ஆமா നാളെ താത്താക്കിட்ட ചൊല്ല് നാളെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇருக்கு നാളെ തന്നെ സിറ്റിയിൽ വരണമെന്ന് ചൊല്ലണം. ஓகே ஓகே പറയാം. അത് അമ്മാവുടെ ലൈഫ് മാറ്റർ എന്ന് ചൊല്ല്. പറയാം മെയിൽ പോട്ട് കാൽ പண்றேன். കാൾ പண்ற. ഞാൻ പറഞ്ഞതുപോലെ ലഡു ജിലേബി അത് സ്വീറ്റ്സ് ദർശന എന്ത് പരിപാടി? കാർ ഏത് വേണമാ? കാറോ എന്താ ചോദിച്ചേ? കാറോ മിച്ചർ വേണ്ടാമാ? എടാ നിനക്ക് മനുഷ്യന് തിന്നാൻ പറ്റുന്ന എല്ലാം പൊതിഞ്ഞുകൊണ്ട് അവിടെ വെക്ക്. ഓക്കേ ഓക്കേ. ചായ അമ്മാക്കിട്ടെ ചായ കൊടുത്ത് അമ്മാവെ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം. ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അമ്മാവെ വിളിച്ചിട്ട് തരാം. நீங்க எதை பத்தி கவலைப்படாதீங்க. எங்க அம்மா எல்லாம் പ്രിപ്പയർഡാ இருப்பாங்க. എനിക്കല്ല ചന്ദ്രനാ ഇതാവണ്ടേ. അതറിയോ? അപ്പൊ നീ അത് മുന്നിൽ നിന്ന് ചെയ്യണം ഒരു മോനെ പോലെ. മോനെ പോലല്ല മോൻ താ. ഓൾ ഗുഡ് ജോഗി എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അതിന് മുന്നേ കാര്യം മറക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമോ കേട്ടോ? അല്ല അതിന് മുന്നേ മറ്റേ ഗാങ് മീറ്റിംഗ് വേണോന്ന് മറക്കല്ലെന്ന്. ഗാങ് മീറ്റിംഗ് സെറ്റ് ചെയ്യാം. ഇതൊരു ഒരു ബസ്സിലാണോ നമ്മളപ്പോ പോന്നെ? ബസ്സിലാണോ പോന്നെന്നോ? ബസ്സിൽ പോണം. നമ്മൾ ഇത്രയും പേരില്ലേ. അപ്പൊ ഞാൻ പറയാം, എന്റെ റുട്ടീൻ പറയാം. രാവിലെ വരിക, ഒരു ഗാങ് മീറ്റിംഗ്, നമ്മൾ പോകുന്നു. ഓക്കെ പോകുന്നു. എടാ ചെറുക്ക ഒരുക്കി വെക്കണേ അതൊക്കെ എല്ലാം റെഡിയായി. ഞാൻ ഇപ്പൊ ഓക്കെ അല്ലേ? ഇതാവുമ്പോ ഞാൻ കുനിഞ്ഞാലും നിങ്ങൾക്ക് കാണാം. ഓക്കെ അല്ലേ? ജോക്കി ഓൾ ഗുഡ്. എല്ലാം സെറ്റാണ്. അല്ല സെറ്റല്ല. നാളെ ദർശനം വിളിക്കുന്നെന്നും പറഞ്ഞു പോയി നിന്നെ. ആര്? എടാ ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. സത്യം മാത്രം പറയുക. സത്യം മാത്രമേ പറയൂ. സത്യം പറയണം. സത്യം മാത്രം പറ. എല്ലാരും സത്യം മാത്രം പറ. ദർശനാണ് എന്റെ സെറ്റപ്പ്. എന്റെ പൊന്ന് ജോക്കി, ഞാൻ പറയില്ല. എന്റെ പൊന്ന് ജോക്കി, ദർശൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എന്നാ നമുക്കൊരു ദർശനം വിളി. ഞാനൊന്നും പറയത്തില്ല. ജോക്കി തന്നെ ചോദിച്ചോ. അണ്ണ ഒന്ന് വന്നേ. കൊല്ലട്രാക്കോ ഒരു പറയാക്കത്തില്ല. നീ പറഞ്ഞു. അണ്ണു ഇത് തന്നെ ദർശന കോളാക്കി. പെറ്റതാ. മറലി ഫോൺ എടുക്കുന്നേ. ട്രീസെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ട്രീസ ഇവിടെ പുതിയതാണോ? കൊറേ നാളായിട്ടുണ്ടല്ലേ? ട്രീസയുടെ കല്യാണം കഴിഞ്ഞാണോ? അവൻ അല്ല സിംഗിൾ ആണോ? ഈ ചന്ദ്രൻ ഭയങ്കര ശല്യാണ്. ചന്ദ്രൻ എപ്പോഴും എന്നെ ഉപദ്രവിക്കും ഭയങ്കരമായിട്ട്. അവനെങ്ങനെയാണ്? അവന് ഈ പെമ്പിള്ളാരുടെ അടുത്തൊക്കെ സംസാരിക്കണം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പറടാ. അണ്ണ എന്തിനാ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചത്? അണ്ണ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചെന്തിനാ ദർശനെ? ലൈവ് ബ്ലാസ്റ്റ്. അതെന്താ?
മനസ്സിലായില്ലേ അണ്ണന്? ഇല്ല അവളെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് നിൽക്കണ നീ. അതെ നമുക്കൊന്ന് പുറത്ത് പോകാം, വാ. നീയും അതിന്റെ കൂടെ ആമ്പിള്ളേര് സംസാരിക്കട്ടെ. ആ പേര് എന്ത്? ഓനെ വാസു വാ, നമുക്കൊന്ന് പുറത്ത് പോകാം, വാ. എന്താ ചോക്കി? അണ്ണ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചാ? ലൈവ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? അണ്ണ ലൈവ് എന്ന് പറഞ്ഞ എന്താ? കള്ളം. കള്ള. ആ കള്ള. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? ചന്ദ്ര നിന്റെ സ്റ്റാൻഡേർഡ് ചന്ദ്ര സംസാരങ്ങൾ ക്ലിയർ, കുറച്ച് സംസാരങ്ങൾ ക്ലിയർ ആണ് ചന്ദ്ര. എന്തിനു വർത്താനമാണ് പറയണ നീയൊക്കെ? അല്ലല്ല ഞാൻ അല്ലല്ല ഇത് അറിയണ വാസം ഇങ്ങോട്ട് ഒരു കാര്യം സ്ഥലം വരെ പോണം, വാ. ലൈവ് അടിച്ചിട്ട് നിക്കണം. നാളെ സമയത്ത് വരണേ കേട്ടാ. ചുമ്മാ ഇനിയിപ്പോ എങ്ങനെയാണ് 10 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളോ? എടാ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കട്ടാ. നിന്റെ ചീവീട് ചെവിക്കാത്തോട്ട് കേറണ്. ആ പറ. ഞാൻ എല്ലാ ദിവസവും ഇനി കാണാം. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തം ഉണ്ട് കുറച്ച്. നിങ്ങളെ പോലെ കല്യാണം കഴിക്കാൻ പോകണോ? ചിലപ്പോ കല്യാണം കഴിക്കും, കൊച്ചുങ്ങളെ ഉണ്ടാക്കും. എക്സിന് എന്താണ് ഇതൊക്കെ അറിയേണ്ട ആവശ്യം? അല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. വെറുതെ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ദേഷ്യം ഫോൺ കളഞ്ഞു പോയോ? ലൈവ് ബ്ലാസ്റ്റ് ഒക്കെ അടിച്ച് നടക്കും. അല്ല പിന്നെ അല്ല നിങ്ങൾ നാളെ എത്ര മണിക്കാ വരുന്നതെന്ന് പറയുവോ? ഞങ്ങള് നാളെ ഒരു 7:30 7:45. ഓ രാവിലെ വെളുപ്പാങ്കാലത്ത്? അല്ലല്ല വൈകിട്ട്. ഓ വൈകിട്ട് 7:30. വൈകിട്ട് 7:30. എന്റെ പൊന്നെ പെണ്ണുമ്പിള്ള രാവിലെ 7:15 ഏതാണ്? അത് പശു അല്ലോ വന്നു, വൈകുന്നേരം വരും. ഞാൻ കാര്യം പറയട്ടെ അണ്ണ, ഇതെല്ലാം കഴിക്കണ എനിക്ക് അണ്ണ ഇവക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഈ ഇവക്ക് ട്രീറ്റൊക്കെ ഇവക്ക് പണ്ട് എന്റെ അടുത്ത് ഇല്ലല്ല പറയട്ടെ, അത് ഞാൻ പറയണം, അത് പറയണം. അന്ന് ആ സമയത്താണ് അലീനയുടെ അപ്രോച്ച് മനസ്സിലായില്ലേ? അന്നേരത്തെ ഇവക്കൊരു നിരാശയാണ് എന്റെ ചുമേ അണ്ണാ. ഇവക്ക് സത്യം പറഞ്ഞ എന്റെ അടുത്ത് നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ പുറകെ നടന്നിട്ട് അന്നേരം അലീന ഇടിച്ചു കയറിയിട്ട് വന്നിട്ടല്ലേ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ നടന്ന് എന്നെ വളച്ചേ. എന്നെ പങ്ക് ഇഷ്ടം പറയടി. ഇതാണ് ഇവന്റെ സ്വപ്നം, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. എന്നിട്ട് ഞാൻ നിന്നെ റിജക്ട് ചെയ്ത് ഇത് മനസ്സിലായത് നിനക്ക്? എന്നിട്ട് ഞാൻ നിന്നെ റിജക്ട് ചെയ്തില്ലേടി താടകെ? നിന്നെ കണ്ടാലും മതി പോടി. വെള്ളം കുടിക്കില്ല, പട്ടി വെള്ളം കുടിക്കില്ലേ? എടി ഒന്നര നീ സിംഹനെ നോക്കിയല്ലേടി? സിംഹൻ SRR സംസാരിക്കണേ. സിംഹന്റെ ആൾക്കുട്ടി ഉണ്ടായില്ലേ? ഇത് കൊറേ ആയല്ലോ. ഇത് KVD യൂസ് ചെയ്യല്ലേ നമ്മള്? KVD യൂസ് ചെയ്യരുത് നമ്മള്. അതല്ല മണി പിടിച്ച് എക്സിനോട് ഒരു കാര്യം ഒരു ലൈറ്റർ ഉണ്ട് സൂര്യ, ലൈറ്റർ ഉണ്ടോ? ഹലോ മിസ്റ്റർ പെൻഡുലാസിക്സ്. യെസ് പറഞ്ഞു. ആ ഒന്നും പറയല്ല, വന്നാ മൂടങ്ങ്. ചന്ദ്ര ഇവിടെ ഒരു വാസു പറ സാബു. അവകിட்ட സംസാരിച്ച് ജോക്കി എന്താ സംസാരിച്ചാലും ഉള്ളത് പറ. ലൈക്ക് പെരുസാ ഒന്നും നടന്നിട്ടില്ലല്ലോ அப்படின்னு നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അവളെ വിളിച്ച് വെറുതെ ആരാന്ന് ചോദിച്ചാൽ അവള് ഫ്രണ്ട് എന്നേ പറയുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു സാബു. അടി കുറുമ്പ് കൂടുന്നുണ്ട സാബു. ഇവിടെ അറിയ പേര് ആയിട്ട് വരാൻ പോണ സാധനമാണ് ഗൈസ്. അത് നിങ്ങളൊന്ന് അതൊന്ന് ഇതാക്കി കൊടുക്കണം. കുത്ത പാക്കുறாங்க, அதுக்காக தான் உன்னை காப்பாத்த பார்க்கறேன். ഇത് തുറക്കൂല കോച്ച്. ഹലോ മാഡം തുറങ്ങ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറക്കും. എന്താ അടിയേ തുറങ്ങി? അണ്ണ പുറത്തായി. ഞാനിവിടെ വെളിയിലുണ്ട്. വാ അണ്ണകത്താ. ഞാൻ വെളിയിലുണ്ട്. അണ്ണ ഇന്ന് ഇങ്ങോട്ടൊന്ന്. എല്ലാവർക്കും എന്ത് അണ്ണകത്തായിരുന്നു എന്റെ കണ്ണില്.
കണ്ണും പോയി അണ്ടി ആണോ ഇങ്ങനെ മൊശ ഭയങ്കര പ്രായത്തിന്റെയാണ് കേട്ടോ ഇത് മൊശട്ട സ്വഭാവമാണ് കേട്ടോ ഇപ്പം. എടാ ഞാൻ അതാ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ. ചന്ദ്രപ്പ് കിട്ടേ നോക്കിയിരുന്നോ? അതുപോലെ പറഞ്ഞു കൊടുത്തു. എടാ ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ, പുള്ളിയുടെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് നീ ആ പെണ്ണ് കാണലങ്ങ് നടത്തിക്കൊടുക്കും. പ്രായമായിരിക്കും കുഞ്ഞിക്കാലാണെന്നുള്ള ആഗ്രഹമല്ലേ? അതൊന്നും അല്ല, എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ പുള്ളിയുടെ ജീവിതത്തിൽ. എന്നാ ഞാൻ ആടെ സെറ്റ് ആയി കൊടുക്കട്ടാ. പുള്ളിക്ക് ഒരു സന്തോഷവും ഇല്ല, പുള്ളിക്ക് ഒരു താല്പര്യം ഇല്ല. ഞാൻ അണ്ണൂര് ലൈവ് ബ്ലാസ്റ്റ് അടിക്കാൻ കൊടുക്കട്ടാ ആരെങ്കിലും സെറ്റ് ആക്കി. ലൈവ് ബ്ലാസ്റ്റാ ജോക്കി പോയെന്ന് തോന്നട്ടാ. അമ്മാവന്റെ സ്വഭാവമായി ഇപ്പൊ പോയി കരിച്ചു പോയി. ഇവിടെ നിന്ന് ചവിട്ടി ആക്സിഡന്റ് നോക്കി വേണിട്ട് ചവിട്ടറ് അപ്പുക്കുട്ടൻ കൊണ്ടുപോയി അണ്ണൂനെ. എവിടെ കൊണ്ടുപോയി? അത് വരുന്നണ്ണ ഞാനല്ല അണ്ണുവിന് ഭയങ്കര എന്തോ ഒരു ലൈവ് ബ്ലാസ്റ്റിൽ തീരുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് ഇവനാകെ 3 അടിയല്ലേ ഉള്ളൂ, പിന്നെ മേടിക്കണ. പിടിച്ചറിയണം അവനൊക്കെ മിക്ക ഭാരമായിട്ട് പറയണം. എനിക്ക് അത്ര സൂപ്പർ എണ്ണ സൂപ്പർ. അയ്യോ സോറി അല്ലേ, അറിയാതെ പറ്റിയതാണേ. എന്തായാലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ എടാ, എനിക്ക് എന്റെ ഓറ പോയടാ. 2 4 ഇടിയായല്ലേ അപ്പോ. അയ്യോ ലൊക്കേഷൻ മാറി ഇറങ്ങുക കേട്ടോ, അവിടെ ഇറങ്ങിയ തീർന്ന് ചത്തുപോയി കാണുമോ ഇനി അത് രണ്ടും? ഇത് ക്ലിപ്പായെന്ന് ഇനി കേറാൻ പറ്റൂല. അതെന്താ? അങ്ങനുണ്ടോ? ഇത്ര നേരം കഴിഞ്ഞിട്ടേ കേറാൻ പറ്റുള്ളൂ? എന്റെ ഓറ പോയടാ എന്റെ. അത് വേണ്ടായിരുന്നു, രണ്ടാമത് ഒന്നുകൂടി ഇടിക്കണ്ടായിരുന്നു. എന്തിനാ നിങ്ങൾ അങ്ങനെ ഒരു മാസം എന്നെ പ്രേരിപ്പിച്ചേ? അങ്ങനെ ഒരു മാസം എന്നെ പ്രേരിപ്പിച്ചേ എന്തിനാ? അങ്ങനെ ഒരു മാസം നമുക്ക് വേണമായിരുന്നു അവിടെ. കമന്റ് എന്താ പിന്നെയും കേട്ടോണ്ടിരിക്കണേ? സോറി അണ്ണാ, ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല. ഇനി ആവർത്തിക്കല്ലേ പ്ലീസ്, ഇപ്പോഴേ പറയണ, ഇനി ആവർത്തിക്കല്ലേ. അത് ചെയ്യുമ്പോ ആലോചിക്കണോന്ന്. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം നിന്റെയൊക്കെ. കള്ളൻ. സോറി ആണ്, ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല. എടാ എനിക്ക് ഓരോ മിസ്റ്റേക്ക് പറ്റുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കാറില്ലേ? അതുപോലെ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ ഞാനല്ലേ അത് മുന്നിൽ നിന്ന് ക്ഷമിക്കണ്ടേ? ഇറ്റ്സ് ഓക്കെ ഫൈൻ എവറിത്തിങ് ഫൈൻ. എടാ 2 പേരെ ഒരു 5 ഡിന്നർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ബോബോയ്ക്ക് അറ്റാക്ക് വന്നിട്ടാവും. അറ്റാക്ക് വരും, ഒന്ന് ബോബോയ്ക്ക് അറ്റാക്ക് വരും. ഒരു ഡിന്നർ പോലും ആയില്ലല്ലേ? 7 അലൈവ്. ആദ്യത്തെ ഡിന്നർ അടിക്കാൻ പോണേട്ടാ. ഗൈസ് എത്ര മണിക്കൂറായ സ്ട്രീം? ഗൈസ് 10ാമത്തെ മണിക്കൂറിൽ ആദ്യത്തെ ഡിന്നർ അടിക്കാൻ പോകും. 10 മണിക്കൂറായിട്ട് ഇരിക്കും അവന്മാര്. ഡ്രസ് എനിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് അടിക്കല്ലേ. 10 മണിക്കൂറായിട്ട് ഇരിക്കുവാണ് ഇവന്മാര് കേട്ടാ. ഇതുവരെ ഒരു ഡിന്നർ അടിച്ചില്ല. ഒരു ഡിന്നർ അടിച്ച 5 ഡിന്നർ ഈ ലൈവ് നിർത്തുന്നതിന് മുമ്പ് 5 ഡിന്നർ അടിച്ച ഇവന്മാർക്ക് 2 പേർക്കും PS5 ഫിഫിയുടെ വക ചലഞ്ചാണ്.
രണ്ടുപേർക്കും PS എവിടെ എന്റെ അടുത്ത് ആ ഇത് തീരാൻ പോണേ, ഈ ഫൈറ്റിൽ തീരുവേ, നോക്കിക്കോണേ. നീ ഓൾറെഡി കളി കളിയടാ. രണ്ടുപേരെ, ഒരുത്തൻ മേളിൽ ഒരുത്തൻ താഴെ. കണ്ണാപ്പി കമോൺ, കണ്ണാപ്പി കമോൺ. മേളിലുള്ളവനെവിടാ? മേളിൽ അതെന്റെ എന്റെ ബാക്കിൽ കൂടെ പുഷ് ചെയ്യുന്നു. ഇവിടെ എത്തി. എല്ലാം നോക്കിക്കോ. കഷ്ടോടാ. അടുത്തവൻ ലെറ്റ്സ് ഗോ. മണിയാ സോൺ വരുന്നു 5 പേരുടെ 5 പേരുടെ പെട്ടത് പൊക്ക് പെട്ടത് പെട്ടെന്ന് തീർക്കടാ. സിറ്റി കയറണോടാ. 5 പേര് ഒരെണ്ണം പുട്ടിനാണ്. ഓടിക്കോ സോണിന്റെ. അല്ല പെട്ടെന്ന് അടിച്ചോണ്ട് ഓടിക്കോ. ഇല്ല ലെഫ്റ്റ് പിടിച്ചോ. ദൈവമേ, ഒരെണ്ണം അടിക്കണം. ഒരെണ്ണം അടിച്ച അമ്മമാർക്കൊരു മൊമെന്റ് കിട്ടും. എടാ സ്മോക്ക് ഒക്കെ ഇറാ. ആ പുട്ടിന് അപൂർവമാണ് അത്. ആ അവർ 2 പേരുണ്ട് കേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ. 3 പേരൂടെ. നീ ഡയറക്റ്റ് സോൺ കയറേ. ഹീൽ ചെയ്തിട്ടല്ല. പുട്ടിനപ്പൂർവ അടിക്കണ്ട. ആണോ? ഒരാളുടെ ഉള്ളു. ബാക്കി 2 പേരാ. വലിച്ചോ. എടാ ഒരുത്തിന്റെ അടുത്ത് പോയി ചാവല്ലേ. കണ്ണാപ്പി പോയി ഒരുമിച്ച് കളിക്കണ. ഒരുത്തനോടെ ഉള്ളു. അല്ല രണ്ടുപേരുണ്ട്. അപൂർവ ഒറ്റയ്ക്കാ, പുട്ടിനില്ല. ഇതെന്താ റൈറ്റ് അല്ല, റൈറ്റ് ഓടിക്കണ്ട. വാ നേരെ ഇറക്കി. ഓരോരോ കവർ പിടിച്ച് കയറിക്കോ. ലെഫ്റ്റിൽ ഓപ്പണിൽ കണ്ടല്ലോ അവനൊരാളെ. വാസണം ചാറ്റി വന്നോ? ലൈവാണ്. സോൺ ഇവിടെ നിൽക്കുക. ഇവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ കളിക്കുക. ഇതെന്താ? ഹലോ അതെന്തിനായിരുന്നു ഇപ്പൊ ഞാൻ കണ്ടേ? അയ്യോ അടിക്കുന്ന പോലെ അഭിനയിച്ചോ. ചുമ്മാ ഒരാളെ സോണി ചത്ത്. അവർ 2 പേരേ ഉള്ളു. ആദ്യത്തെ ഡിന്നർ അടിച്ചടാ അവന്മാര്. ഇതെന്താ ഇങ്ങനെ? എന്റെ PC യൂട്യൂബ് ഒക്കെ സ്റ്റക്ക് ആവണടാ. ഹലോ ഇവിടുന്ന് നീ അങ്ങോട്ട് തുടങ്ങുക. നാല് ഡിന്നറുടെ ഉള്ള അവന്മാർക്ക് കേട്ടാ. 4 ഡിന്നറുടെ. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യാ. ഞാൻ സിറ്റിയിലോട്ട് കയറട്ടെ. ഓൾ ദ ബെസ്റ്റ്. തീർക്ക് അവിടെ തീർക്ക്. ഒരു മൊമെന്റ് കിട്ടിയില്ലേ? വൈറ്റിയുടെ ബഗ്ഗാണ്. ആണല്ലേ? എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. എന്തൊരു വിളിയാണ്. ഫുൾ അമ്മ. I am German കണ്ണാപ്പി, ഓൾസോ നോൺ ആസ് TVA കണ്ണാപ്പി. വെടിവെക്കല്ലേ അമ്മ, വെടിവെക്കല്ലേ അമ്മ, വെടിവെക്കല്ലേ. എന്തൊരു വിളിയാണ്. ഫുൾ അമ്മ. എന്തൊരു വിളിയാണ്. ഫുൾ അമ്മ. വണ്ടി പോലും ഇവിടെ നിർത്താതെ ക്ലിപ്പായെന്ന്. സത്യം ഇത് ക്ലിപ്പായി. ഹലോ, ഞാനൊരു അധികപ്പെട്ടിലൊരു കാര്യം ചെയ്തു പോയത് അബദ്ധമായി പോയി. ജോക്കി അധികപ്പെട്ടില് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. കാര്യം പറയട്ടെ, നിനക്ക് എന്താണ് പ്രശ്നം? നിനക്ക് ഈയിടെയായിട്ട് എന്ത് ഇളക്കമാണ്? എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ജോക്കി. ഞാൻ കാമാൻ കൊയറ്റാണ് ജോക്കി. പണ്ടത്തെ പോലത്തെ ആ പരുന്തുവാസ് എന്ത് പറഞ്ഞാലും ചൂടാവുക ഇതൊക്കെ ചെയ്യുന്ന പരുന്തുവാസിനാണോ ജോക്കി ഇപ്പൊ കാണുന്നത്? ഞാൻ എന്ത് ചില്ലായിട്ട് ഇവരുടെയൊക്കെ കൂടെ നിൽക്കുന്നേ.
അതല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഒരു മൊത്തത്തിൽ 24 മണിക്കൂർ ഓരോ പെണ്ണുങ്ങൾ നമ്മുടെ ഗ്യാങ് മൊത്തത്തിലുണ്ടല്ലോ. ഈ പെൺമയമാണ് സീരിയസ്ലി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ജോക്കി, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ജോക്കി ഒന്ന് ഇന്നലെ എന്താ ജോക്കി വരാൻ? ഇന്നലെ നമ്മുടെ ഗ്യാങ്ങിന്റെ പൗരുഷം കാണുമായിരുന്നു ജോക്കി. ഇന്നലെ വരണമായിരുന്നു. ഇന്നലെ അല്ലേ പെരുന്നാൾ അടിച്ച അവന്മാരെ നിലം തൊടിയിക്കാതെ അടിച്ചു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജോക്കി എന്ത് പറഞ്ഞാലും എന്തിനാ ജോക്കി? ഞാൻ ഇത്ര ഓറയിൽ എന്റെ ഗ്യാങ്ങിന്റെ കാര്യം പറയുമ്പോ ജോക്കിയാണ് ഇപ്പൊ പെണ്ണുങ്ങളെ പറ്റി പറയുന്നേ. അല്ല, എന്നെ വിളിച്ചിട്ട് വാസു എന്തിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയണ്ടേ? ഞാൻ സ്പീക്കർ ഇട്ട് കേൾപ്പിക്കും. ഞാൻ എന്നെ വിളിക്കുന്നവരല്ലതാ. ഹലോ അണ്ണു കൈ വെക്കല്ലേ, അണ്ണു കൈ വെക്കല്ലേ, അണ്ണു കൈ വെക്കല്ലേ, അണ്ണു. ഹലോ ഹലോ വാസന കുട്ടി. സാനിയ മറന്നോ? ഇല്ല മറന്നില്ല. എവിടെയാ കൊറേയല്ല കണ്ടിട്ട്? ഞാന് എന്റെ ഫോൺ കളഞ്ഞു പോയായിരുന്നേ സാനിയ. എന്റെ ഫോണ് കളഞ്ഞൊന്നും പോയില്ല. പുതിയ ഫോൺ എടുത്തപ്പോ നമ്പറൊക്കെ സേവ് ചെയ്യാം. അപ്പോഴാണ് വാസന്റെ നമ്പർ ഉണ്ട് പഴയ ഫോണിൽ. അല്ല എന്റെ ഇത് പുതിയ നമ്പർ എവിടെ നിന്ന് കിട്ടി? അല്ല ഇത് പഴയ നമ്പർ തന്നെയല്ലേ? 3333 3333 തന്നെയാണോ എന്റെ നമ്പർ ഇപ്പോ? ആ പഴയ നമ്പർ. ഞാൻ പഴയ ഫോൺ നോക്കിട്ടേ വിളിച്ചായിരുന്നു നമ്പർ എടുത്തിട്ട്. എന്റെ 3333 തന്നെയാണല്ലേ? ഓക്കെ. അല്ലേ ഇതന്നെയാണല്ലോ ഞാൻ വിളിച്ചേ. ശരിയാ കുട്ടി. അതെ ഇവിടെ നമ്മുടെ ഗോഡ് ഫാദർ വന്നിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് നമ്മുടെ ഒരു ചെറിയ മീറ്റിംഗിലായിരുന്നു. ഞാൻ കഴിയുമ്പോ വിളിക്കാവേ. എന്റെ നമ്പർ പഴയത് തന്നെ ആയി. 3333 നമ്മുടെ ബാക്ക് അപ്ഗ്രേഡ് എന്റെ സെർവറാണ്. പറയടാ. ഡോഗി വേണോ? ഡോഗി നിന്റെ അച്ഛനും ഡോഗി. ജോക്കി പറ. എന്താ ദർശന എന്ന് പറഞ്ഞ കുട്ടി വിളിച്ചായിരുന്നു, എന്താണെന്ന് പറഞ്ഞാൽ അതൊന്നും പ്ലീസ് ഒന്ന് ജോക്കി. ഒന്നുമില്ല, എനിക്ക് കേൾക്കണം ജോക്കി. അത് മിസ്റ്റർ എക്സിനെ ഒന്ന് കാണാൻ പോകണമായിരുന്നു, പക്ഷെ അത് ഇപ്പൊ നടക്കത്തില്ല. ഞാൻ വിളിക്കട്ടാ. അവനാ? ആര്? നിന്റെ അച്ഛനാണല്ലോ. നിന്റെ അച്ഛനെ പോലാണല്ലോ നീ അത് നടക്കണേ. അവനെ വിളിക്കട്ടെ, ചെല്ലാക്കണം. നിനക്ക് നീ പറയുമ്പോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ജോക്കി. മിസ്റ്റർ എക്സിന്റെ വണ്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് ഇട്ടേക്കണം ജോക്കി. ഗ്യാങ് അസറ്റ്സ് ഒക്കെ എടുത്ത് കളയും ജോക്കി അവന്മാര്. ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജോക്കി. ഇമാതിരി ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു കോഴി ലീഡറിനെ ഇതുവരെ ടിവിയുടെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. വേറെ കോഴി ലീഡറൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ എത്ര പേരുണ്ടായിരുന്നു? സരക്കുണ്ടായിരുന്നു, രായനുണ്ടായിരുന്നു. സരക്കിനെ രായനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഈ പേക്കാണ്ടി? എടാ ഇതിപ്പോ എങ്ങോട്ടേലും ഒന്ന് പോണ കുറച്ച് പരിപാടിയുണ്ട്. പരിപാടി നടക്കുന്നതെന്ന് പറഞ്ഞ ഞാൻ കൊണ്ടുപോവാം. എടാ മിസ്റ്റർ എക്സിന്റെ അടുത്ത് പോയാൽ മിസ്റ്റർ എക്സുമായിട്ടുള്ള പരിപാടി, ഏക്കായിട്ടുള്ള പരിപാടി നടക്കും. ഒതുക്കി പോയാൽ വേറെ പരിപാടി നടക്കും. ഇനി ഇൻ കേസ് വേറെ എല്ലായിടത്തും പോയാൽ വേറെ പരിപാടി നടക്കും. ഇഷ്ടംപോലെ പരിപാടികളില്ലേ ചെയ്യാൻ. എന്നാ വാ ജോക്കി, ഞാൻ കൊണ്ടുപോവാം. എന്നാ കേറ് വാ. ആദ്യം ഒരു ഫോൺ മേടിച്ചു. മിസ്റ്റർ എക്സ് വിളിക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായി. ഫോൺ വിളിക്കാത്ത കാരണമാണ് ഇത് വിളിക്കാത്ത. ആദ്യം ഒരു ഫോൺ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് മിസ്റ്റർ എക്സ് അപ്പുകുട്ടാ. അല്ല കേറ് അപ്പുകുട്ടാ, കേറ്. ഞാൻ വന്നിട്ട് സംസാരിക്കാൻ വിളിച്ചതാ. അപ്പുകുട്ടാ എന്താ ഇനി കുറച്ച് ദിവസം നീ ഇവിടെ വരണമെന്നില്ല കേട്ടോ. ഞാൻ വെളിയിലൊരു വലിയ പ്രൊജക്ട് തരുന്നുണ്ട്, അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണേ കേട്ടോ. അധികം ഇങ്ങോട്ട് വരണം എന്നില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് മാനേജബിളാ. ഞാനില്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇല്ല ഞാൻ എല്ലാം നോക്കി നടത്തിക്കോളാം. എനിക്ക് വെളിയിൽ ഞാനൊരു വലിയ പ്രൊജക്ട്. അണ്ണുവിന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇല്ല ജോക്കിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഗ്രൈൻഡ് ചെയ്യണം. 35 കോടി മാസം. ഇല്ല, നിനക്ക് ഗ്യാങ് ഫണ്ട് വേണമെങ്കിൽ ഞാൻ ഇതാക്കി തരാം ഈ മാസം. കാരണം വെളിയിലത്തെ അത്രയും വലിയൊരു വർക്കാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. കഴ നോക്കണേ ജോക്കി, കഴപ്പ്. നിങ്ങൾക്കൊന്നും കുട്ടിക്കളി മാറിയിട്ടില്ല കേട്ടോ. ജോക്കി എനിക്കിതൊന്നും ഇഷ്ടമല്ല ജോക്കി. ഇനി എന്തിനാ ജോക്കി ഇങ്ങനെ ഈഗോ കാണിക്കുന്നത് സ്വന്തം ടീമിലുള്ള? ഇവനെന്തോ എടാ അതിനൊരു കഴിവ് വേണം. എന്താടാ നിങ്ങളുടെ? എനിക്കിത് ഇഷ്ടമല്ല ജോക്കി. എനിക്ക് ആരോ ചത്ത് കിടക്കുന്ന അവിടെ. അല്ല പോട്ടെ നമ്മളെ കൂട്ടത്തില്ല.
ഇത് കില്ല് കണ്ട വെയിറ്റ് ചെയ്തിരിക്കുക, നിന്നെ കൊണ്ട് പറ്റത്തില്ല കണ്ട വേറെ ആരെയും ഇടിച്ചു. ജോക്കിക്ക് ഇപ്പൊ എവിടെ പോണ്ടേ? മുതുക്കാണോ പോണ്ടേ? ജോക്കി അല്ല ആദ്യം ഒരു ഫോൺ വാങ്ങിക്കണമായിരുന്നു. ഇത് താഴെ മാർക്കറ്റ് ഇട്ടോ. ചന്ദ്ര സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഗൗരവണ ഒന്ന് ഇടിച്ചാണ്ടല്ലോ. നമ്മളടിച്ച രണ്ട് പെൺകുട്ടികളായിരുന്നു. ഹലോ കുട്ടി സോറി കുട്ടി, അറിയാതെ തട്ടിയതാണെന്ന് പറയാൻ വന്ന് വീണ്ടും തട്ടിയതാ കേട്ടോ. ഷർട്ടൂരാനാ ചുട്ടൂന്നല്ലേ വിളിച്ചപ്പോ? ആര് ചുട്ടൂന്നല്ലേ വിളിച്ചത്? അത് അങ്ങനെ എന്താ കേട്ടല്ലേ ഞാൻ കേട്ടത്? അണ്ണ അങ്ങനെയാണ് കേട്ടത്. ചുട്ടൂന്നാണ് വിളിച്ചത്. എന്തോ നിന്റെ പേര് ചുട്ടൂന്നാണോ? അല്ല ചന്ദ്ര നിന്റെ പേര് ചുട്ടൂന്നാണോ? അപ്പൊ എന്റെ പേരെന്തായാലും ചുട്ടൂന്നല്ല. അപ്പൊ ചന്ദ്രനായിരിക്കും. ചന്ദ്രനായിരിക്കും. അവര് സംസാരിക്കട്ടെ. വെളിയേക്കാൻ വേണ്ടിട്ട് നടക്കും. എല്ലാരെയും ഇടിച്ചങ്ങ് തെറുപ്പിക്ക് നീ, എല്ലാരെയും കൊല്ല് നീ. മരത്തിന്റെ മോളിൽ പോയിരിക്കുന്നു. ഞാനൊരു വണ്ടി അറിയാതെ തട്ടി തെറിപ്പിച്ചല്ലേ ഇവിടെ? അറിയാതല്ല, സ്പീഡിൽ വന്നു. ഒരു ഫോൺ വാങ്ങിക്കണമായിരുന്നല്ലോ. ജോക്കി ഇപ്പൊ കണ്ടോളാം, ഇപ്പൊ പീഡി അനൗൺസ്മെന്റ് വരും. നിങ്ങൾ ബീച്ച് മൈതാനത്തിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, എത്രയും പെട്ടെന്ന് വണ്ടി കൊണ്ട് മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെച്ചെടുക്കും. ഇപ്പൊ വരും. അതെന്താ ആരാടാ അവിടെ ഇരിക്കുന്നത്? പിന്നെ സത്യമല്ലേ മയില്? ഇരിക്കടാ നിർത്തണ്ട. കിട്ടോ ഡിപ്രഷനിലാട്ടോ. ഇട്ടോ ഇടറാ. ദർശനിക്കുള്ള സ്റ്റോപ്പ് എത്തി. കാണാതെ നിன்று റാത്താടി പോലാച്ച് പൊന്മാനെ കാണാതെ നിன்று ഇതൊക്കെ സത്യം പറഞ്ഞാടാ വാസി, ഇതൊക്കെയാണ് പാട്ട്. മനസ്സിലായോ? സത്യം ജോക്കി, ക്ലാസിക് എവർഗ്രീൻ. ഞാനാ വണ്ടി മാറ്റിയിടണം ചന്ദ്ര, അങ്ങോട്ട് വണ്ടി മാറ്റിയിട പ്ലീസ്. വണ്ടി ഒന്ന് മാറ്റിയിട. വണ്ടി മാറ്റിയിടണോ? പിന്നെ ഓക്കെ. കൊച്ചു മുടി രണ്ട് ഇവള് തന്നെ. ഇവളെയാണോ? ദർശനം ഇറങ്ങോ? ദർശന എടാ വാസി ഇവളുടെ കാര്യമാണ് ഞാൻ രാവിലെ വൈകുന്നേരം വരെ പറഞ്ഞത്. ദർശന മറ്റേ മുടി പിന്നിട്ടേക്കുന്ന ഓറഞ്ച്. മനസ്സിലായില്ലേ? ദർശന. ഓ ദർശന. ഓ ഇറങ്ങി ദർശന. ഇറങ്ങി. അലിക്സ് ബാക്കിയായിരുന്നു നമുക്ക് ലൈവ്. ജോക്കിക്ക് എന്തോ ചോദിക്കാണ്ടത് ദർശന എടുത്തേ. വണ്ടി കുടുങ്ങിയിട്ട്. ദർശന മോളെ ഇങ്ങോട്ട് വന്നേ. അവസാനം എൻജോയ്. ശരി. എടാ നീ പുഴുത്തേ ചാവുള്ളൂ, നീ മനസ്സിലായ? നിന്റെ മരണം അങ്ങനെയാണ്. ഈ ഡയലോഗ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണേ ഷോട്ടക്സേ. ചന്ദ്ര, ഇതിനെ നീ ഓർത്ത് ദുഃഖിക്കും. നീ എന്നെ വിളിച്ച് കരയും. അത് നീ ഉടനെ കാണും, നോക്കിക്കോ.
ആ അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ആ പക്ഷെ ഞാൻ ഇവനെ അങ്ങനെയല്ല വളർത്തിയേക്കുന്നത്, മനസ്സിലായി? ഒരു പെണ്ണിന്റെ പുറകെ പോവുക എന്നുള്ള ഒരു ഇതിലല്ല വളർത്തിയേക്കുന്നത്. കാരണം ഇവന് ബേസിക്കലി എന്തുവരെ പറഞ്ഞ നാണമാണ് ഈ പെൺപിള്ളേരുടെ അടുത്തൊക്കെ സംസാരിക്കാനും പെരുമാറാനും. നമ്മൾ അങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ് വളർത്തിയേക്കുന്നത്, മനസ്സിലായോ? അതെ, സിറ്റിയിലെ പല പെൺപിള്ളേരുടെ അടുത്തും ചോദിച്ചാൽ ഇവനെ കുറിച്ച് ചോദിച്ചാൽ നല്ലത് മാത്രമേ പറയത്തുള്ളൂ. അല്ല എനിക്ക് മനസ്സിലാവാത്തത് കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് എപ്പോ പോകും ചോദിച്ചോണ്ടിരുന്നേ. ദർശന എങ്ങനെയാ വൈ യു ആസ് ലൈക്ക് ദാറ്റ്? ആക്ച്വലി ജോക്കിക്ക് ഇത് ഇഷ്ടമല്ല. അങ്ങനെ എപ്പോ നമ്മൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ അടുത്ത് എപ്പോ തിരിച്ചു പോകും എന്ന് ചോദിക്കുന്നവർക്ക് ഇഷ്ടമാണോ? അവരൊരു സമാധാനത്തിനാണ് നാട്ടിൽ വരുന്നത്. അവരോട് എപ്പോ തിരിച്ചു കുറെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. കെട്ടിയെടുത്തോണ്ട് തിരിച്ചു അങ്ങോട്ട് പോകുന്ന ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഇനി ചോദിക്കത്തില്ല. കുട്ടിയുടെ പേരെന്താ? ആലിസ് ലോലന്റെ ഗേൾഫ്രണ്ടാ. ആരെ? ലോലന്റെ. എന്റെ പൊന്നു കുട്ടി, നീ കണ്ടവരെ അനുഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അനുഗ്രഹിക്കത്തില്ല. എല്ലാം കമ്മിറ്റഡ് ആണല്ലോ. പോണം. അപ്പം ഇത്രേ ഉള്ളു കാര്യം. ഇനി പലരും മനസ്സിലായില്ലേ, പലരും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ നമുക്ക് ചോദിക്കണോ, നമുക്കൊരു ക്ലാരിറ്റി വേണ്ടേ സംസാരങ്ങൾക്കല്ല. അപ്പം എന്നാ വിട്ടോ വാസു വണ്ടിയുടെ. അല്ല ദർശനക്ക് പറയണ്ടോ? അല്ല കുട്ടിയെല്ലാം പറഞ്ഞു. കുട്ടിക്ക് ഒന്നും നിനക്ക് എന്തെങ്കിലും മൊഴിയാനുണ്ടെങ്കിൽ നീ അങ്ങ് മൊഴിയടാ. വെച്ച് കഴിഞ്ഞാ ഓന്റെ ഫ്രണ്ടാന്നാണ് പറഞ്ഞത്. നമ്മള് സത്യങ്ങളെ ഇന്നലെ തുറന്നു പറഞ്ഞോളൂ. അണ്ണുവാണ് വാസുണ്ണന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടു ചെയ്യുന്ന ഒരാളാണ്. എന്നെ എടുത്ത് വളർത്തിയുടെ തൊട്ട് ഇപ്പൊ ടിവിയുടെ കാര്യങ്ങൾ വരെ നോക്കുന്നത് ജോക്കിയാണ്. ദർശനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്ത് വേണം എങ്കിലും പറഞ്ഞോളൂ. ആരെങ്കിലും ചേട്ടനെ വാസുവിന്റെ ചേട്ടനെ പോലെയാണോ, ബ്രദറിനെ പോലെയാണോ? അല്ല വാസുവിന്റെ ബ്രദറിനെ പോലെയാണോ? അല്ല അതാണ് വാസുവിന്റെ ഫ്രണ്ട്സ് കുറെ ഉണ്ട്. അതുകൊണ്ട് ബ്രദർലി ഒരു ബ്രദർ സിസ്റ്റർ ഫീൽ ഇങ്ങനെ തോന്നിയായിരുന്നു. അപ്പൊ ബാക്ക് അവിടെ ആ കോമഡി കടൽ കടന്നങ്ങ് പോയി ആ സൈഡിലോട്ട്. ഇങ്ങനെ പലരും പറഞ്ഞ് നടക്കുന്ന ഒരു അവസരം ഉണ്ടാക്കരുത്, മനസ്സിലായോ? സീരിയസ്ലി ഇവനെ ഞാൻ അങ്ങനെ അല്ല വളർത്തിയേക്കുന്നത്. നീയൊരു ഫ്രണ്ടായിട്ട് സഹോദരിയായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഫ്രണ്ടായിട്ട് ഉറപ്പായിട്ട് ഫ്രണ്ട് സഹോദരി. ബോധ്യം ഉണ്ടായിരുന്നു. ഇല്ല അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് മാത്രം ഞാൻ ഓൾ ഇന്ത്യൻസ് ആർ മൈ അത് കാരണം നീ കെട്ടണമല്ലോ ഇവിടെ തന്നെ. ഞാൻ കുറച്ച് നീതി പുലർത്തുന്ന ആളാണ് നമ്മുടെ രാജ്യത്തോട്. കണ്ട തൊട്ടി പിള്ളേരെ പോലെ ഞാൻ അനാവശ്യം കാണിക്കത്തില്ല. അതെന്തായാലും ആട്ടെ. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത് കേട്ടോ. ഈ മുതുക്കിലുള്ള എല്ലാ എണ്ണം ആരെങ്കിലും വന്നിട്ട് പോയി കഴിഞ്ഞാ ദർശന ഇതെന്തു ഇത് ഇല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. എടാ ഇതൊക്കെ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? നമ്മളെ റിലേഷൻ ഇന്റർവ്യൂ നടത്തുന്നത് കൊച്ചിന് കല്യാണം കഴിഞ്ഞ് നടത്തി കൊടുക്കാൻ പോകണം നിനക്ക്. ദർശന റെഡി ആണോ? നല്ല കാര്യം. പ്രശ്നം അല്ല അണ്ണു, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പിള്ളേരുണ്ടോ നമുക്ക് അറിയണല്ലോ. ഇങ്ങനത്തെ പിള്ളേർ കിട്ടാൻ ഭയങ്കര പാടാണ്. മൈക്ക് സെറ്റ് ആയിട്ട് ആള് വരുന്നുണ്ട് കേട്ടാ, ഒന്ന് നോക്കണേ. മൈക്ക് സെറ്റ് ആയിട്ട് ആള് വരുന്നു. പീടി വരുന്നുണ്ട്. എടാ വാസു ദർശനം പൊക്കോ. ദർശനം വിളിക്കാം. എടാ വാസു ഇങ്ങോട്ട് വന്നേ. ഇവനെന്തോ പ്രശ്നമുണ്ട് ജോഗി, അവനോടൊന്ന് സംസാരിക്കും. നീ ഇരുന്നേ വാസു ഇരിക്കടാ. എടാ മോനെ എന്റെ പ്രശ്നം എന്തോടാ മോനെ? ചോദ്യം ഉത്തരവൊക്കെ നമ്മൾ തന്നെ പറയണോ? ഹലോ മോനെ. ഹലോ മോന്റെ പ്രശ്നം എന്താ മോനെ? അല്ല എന്തേലും ഏകാന്തതയായിട്ടിരിക്കണ ഒറ്റയ്ക്ക് ഇല്ല, എന്തോ ഉണ്ടെന്ന് മനസ്സിലായി നമുക്ക്.
അങ്ങനെയൊന്നുമില്ല, വിഷമൊന്നുമില്ല, സന്തോഷമുള്ള. സന്തോഷമായിട്ട് തോന്നുന്നില്ല, എന്തോ ഒരു വിഷമമുണ്ട്. എന്തോ ഒരു വിഷമമുണ്ട്. റാസാത്തി ഉന്നെ മറ്റേ പാട്ടൊക്കെ ഇട്ട് എനിക്ക് പെണ്ണില്ല. ആണ്ടി എഴിച്ച് പോമേനെ എന്റെ പെണ്ണില്ല പാറി നേരെ എന്താ വെച്ചാല് പെണ്ണില്ല എന്തിനാ നീ ഇവിടെ നിന്ന് മുങ്ങിച്ചാവും. എടാ വലിക്കാൻ TV ജോക്കി പുറത്ത് പോയിട്ട് റേസ് ടിക്കറ്റ് അബ്യൂസീവ് ലാംഗ്വേജ് കുണ്ണത്താളം എന്ന് പറഞ്ഞ വലിച്ചാൽ മതി കേട്ടോ, നൈസായിട്ട്. ഇൻവോൾവിംഗ് സമ്മോൺസ് ലൈഫ് എന്ന് പറഞ്ഞൊരു പുതിയ റൂളാണത്. ഇന്ന് ആഡ് ചെയ്യാൻ പോണേ ഉള്ളൂ ഞാൻ. വാടകോട്ടെ എന്തൊരു വിഷം ചന്ദ്രനെ. എന്താ കോച്ച് ഓന്റെ ഇടിപ്പിച്ചാ ഇന്നലെ ഇന്നത്തെ പോലെ അവന്മാര് SRR കേവി സിറ്റുവേഷൻ നമുക്ക് എവിടെയെങ്കിലും പോയിട്ടിരുന്നിട്ടേ കോച്ച് ഇത് എന്ത് അത് KV ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ? അതാണ് SRR, അതാണ് ഇപ്പൊ റിപ്ലൈ കൊടുക്കുക ഓൺ ദ വേ അതാണ് കൊടുത്ത്. അഹങ്കാരമല്ല സാബു, 3 days കച്ച് തിരിച്ചു വേണമല്ല. എടാ എനിക്കും പെണ്ണില്ല. അതാ അങ്ങനെ കാണാൻ ഡീൽ ചെയ്യാൻ കാര്യങ്ങള്. ജീവിതത്തിൽ കോൺഫിഡന്റ് ആയിട്ടും അതൊക്കെ കഴിയല്ലേടാ അതൊക്കെ. അവന്റെ അത് ചോദിക്കണേ അത് നമുക്ക് ചോദിക്കണേ. ഹലോ ബ്രോ, ഇതേ വെള്ളത്തിനകത്തൂടെ ഓടിക്കാനുള്ളതാണ്. ഇത് കരയെ കൂടെ ആൾക്കാരെ തലമണ്ടെ കൂടെ കയറ്റി വിടാനുള്ളതാണ്. ബ്രോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഞങ്ങളുടെ ഗോഡ് ഫാദർ ആണ്. പോട്ടെ, കുഴപ്പമില്ല. കൊറേ നേരമായല്ലോ ഈ ഗോഡിനെ അവിടെ ഗ്രാൻഡ് തീർക്കുന്നത്. ജോക്കി അതെ, എന്താ പെട്ടെന്നത് ജോക്കി? എങ്ങനെ നോക്കിയാലും റെസ്പെക്ട്ഫുൾ പേഴ്സൺ അതല്ലേ ജോക്കി കാര്യം. മോന്ത അടിച്ചിരിക്കുന്നു ഒരു കണക്കൂടെ പറഞ്ഞു, മനസ്സിലായി? ഇല്ല ഞാൻ അങ്ങനെ ഒരു വട്ടോടെ പറയാൻ തോന്നുന്നുണ്ടോ ജോക്കിക്ക്? ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. എന്താണ് ഇവിടെ നടക്കുന്നേ? ഒരുത്തിനെ പെണ്ണില്ലാന്നും പറഞ്ഞ് പാട്ട് കേൾക്കുന്നു. എന്താ എത്ര ചിരിക്കാൻ? എന്താ ചിരിക്കാൻ? എടേ നീ വണ്ടി കയറ്, നിങ്ങളെ വണ്ടി കയറ്. എത്തിയേട്ടാ, ഇത് പട്ടാളം തോന്നട്ടെ ഇന്ന് വന്നേക്കുന്നേ. ജോക്കി ഇനി എവിടെയാ പോകേണ്ടത്? നമുക്ക് ഏതെങ്കിലും ഒരു മലമോളിൽ പോയിരുന്നിട്ടേ. അതിനാ പ്രശ്നം എന്നറിയാം. അല്ല ജോക്കി, ഒരാളെ കൂടെ കാണാനുണ്ട്. വന്നേ. അയ്യോ വാ അത് മറന്നുപോയി. വാ കേറ്. ചന്ദ്രൻ ആ വഴിക്ക് ആരെ വള്ളി പിടിക്കാൻ പോയി കേട്ടാ. കാര്യമില്ല. എന്താ തന്നെത്താനേ താരം ആ കൊച്ചിനെ പിന്നെ കണ്ടിട്ടേ ഇല്ലടാ സിറ്റിയില്. ആ കൊച്ചിനെ സിറ്റിയിൽ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. അതിന്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ചിഞ്ചു. അതിന്റെ പേരെന്തായിരുന്നു? ചിഞ്ചു. എന്തായിരുന്നു അതിന്റെ പേര്? മറന്നുപോയി. എന്താ ചോക്കി റൊമാൻറ്റിക് ഒക്കെ? അല്ലല്ല, ആ പാട്ട് കേട്ടപ്പോഴേ പലതും ഭയങ്കര വിളിച്ചല്ലേ. സാറെ കണ്ടില്ല സാറേ. ഇത് ഉണ്മ സാറേ. കോച്ച് ചോദിക്കോ. അല്ല ജോക്കിക്ക് ഇപ്പൊ എവിടെ പോണ്ടേ? നീയല്ലേ ആരോ കാണാൻ? അല്ല അതിപ്പോ കാണാൻ പോയി ശരിയാകത്തില്ല, അതുകൊണ്ടാ. ആളില്ല ഉണ്ടല്ലോ. കോച്ചിനോട് ചോദിക്കണോ? ചോദിക്കോ. ലവ് ഏതാച്ചും ഇരുന്നിട്ടുണ്ടാ? ഇല്ല കോച്ച്, ഇല്ല.
அப்புறம் இந்த சுமதின்றாங்க அதாரு അത് അപ്പാപ്പന്റെ അവിഹിതമായിരുന്നു. ഏതാ ഷോപ്പാ? അതല്ല ജോക്കി ജോക്കിയുടെ സുമതി അമ്മായി മറിഞ്ഞു പോയോ? സുമതി അമ്മായി അത് കോച്ച്, അത് നിങ്ങളുടെ അമ്മായി. കേട്ടില്ല. ஓகே அம்மாயா வேற யாரோ எனக்கு Assassination ചെയ്യരുത്. ஜோக்கியோட അതെനിക്ക് girlfriend ഇഷ്ടമല്ല. அதனாலதான் ആ അത് എടാ ഏതാണ് നല്ല മല ജോക്കിക്ക് പറ്റിയേ? ഞാൻ കൊണ്ടുപോകാം. എടാ എവിടെയും സീറ്റ് അടിക്കാം. ഞാൻ കൊണ്ടുപോകാം. എടാ മറ്റേ കേറി, പാട്ട് കേറി. രാസാത്തി ഉന്നെ എടാ ജോക്കിക്ക് ആരല്ലേ റാസാത്തി ഒന്ന് ഇട്ട് വിടറാ. രാസാത്തിനൊന്നും ഇട്ടടാ. പറ്റത്തില്ല അണ്ണൻ. അതെന്താ അതെന്താ അതില്ല മറ്റേ പാട്ടിടാൻ പറ്റുന്ന സാധനമില്ല. ഞെക്കി പിടിച്ചിട്ട് ആ, ഏതെങ്കിലും നമ്മുടെ ഫോണിൽ അടുത്ത് സാധനമില്ല അത്. ഞാൻ ഇട്ടുതരാം, ഞാൻ ഇട്ടുതരാം. എടാ ജീവിതം സത്യം പറഞ്ഞ വെറുത്തു തുടങ്ങി. ഇതെന്താണിത്? എടാ നമുക്ക് കുറച്ചുകൂടെ സത്യം പറഞ്ഞ് ഇന്നോവേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വണ്ടി നിർത്തടാ, ഇറങ്ങടാ, പാസ് ഇറങ്ങടാ, പാട്ട് ഓഫ് ചെയ്യണ്ട. பார்த்து போற வேண்டாம் வேண்டாம் ആ വിഷമമായി പാട്ട് പോയോ? പാട്ടുണ്ടോ? എടി, ഇതെന്താടാ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല പാട്ട്. ബൈക്ക് പിടിച്ച് ചുമ്മാ ഇടിച്ച് ഏച്ചിട്ട് പോയി പണ്ടേ. ഇതിന്റെ കാലിന് വല്ല കിഴയുണ്ടോ? ഇടി കേക്കാം അണ്ണന്റെ സൗണ്ട് സപ്രസ് ആക്കി കേൾക്കുന്നു. അത് മൈക്കിൽ എടാ മൊബൈലിൽ പ്ലേ ചെയ്തിട്ട് ഞെക്കി പിടിക്കടാ. എടാ ഒന്നുമില്ല. ആ പറയൂ. അല്ല ഒരു എവിടെ പോര് എന്തോ ഒരു കുറവുണ്ടല്ലോടാ. അതാ ഞാൻ പറഞ്ഞ ജോക്കി, ഇവിടെ പെണ്ണ് കിട്ടാത്തതിന്റെ ഒരു കുറവുണ്ട്. എടേ ഈ പെണ്ണ് നിനക്ക് എന്ത് പാടേ ഈ പെണ്ണെന്നുള്ളൊരു വിചാരമേ ഉള്ളൂ. മനുഷ്യന്മാർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ? അന്നാ ജോക്കി പറ എന്താ കുറവ്, ഞാൻ കുറവ് മാറ്റി തരാം. ജോക്കിക്ക് വേണ്ടി ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുതരും, എന്ത് വേണമെങ്കിലും പറ. അങ്ങനെ അല്ല, എന്തോ ഒരു എടാ എനിക്കിപ്പോ ഒരു 10 പേരെ കൊല്ലാൻ തോന്നുക. എടാ ഒരു വാറെടുത്തടാ, ഒരു വാറെടുത്തടാ. അല്ല അങ്ങനല്ല, ഇതിപ്പോ ലൈനപ്പിൽ ജോക്കി ഇട്ട് ആരല്ലോ ആളെ മാറ്റിട്ട് പെട്ടെന്ന് തന്നെ. അങ്ങനല്ല വാസു. പിന്നെ എടാ ചുമ്മാ മനസ്സിലൊരു ദേഷ്യല്ലേ ജോക്കി? എടാ നമ്മുടെ ബാബു എന്തിയടാ? ബാബു ഇല്ല, ബാബുവിനെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചേക്കോ ജോക്കി. ഞാൻ പറയട്ടെ ജോക്കി, സത്യം ഞാൻ പറയട്ടെ, ബാബുവിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ജോക്കി നമ്മളെ പോലെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവനല്ല ബാബു. ബാബുവിന് ഒരു വലിയ കുടുംബമുണ്ട് ബംഗാളില്. അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ടേക്ക് കെയർ ചെയ്തോണ്ടിരിക്കുന്നത്. കാരണം അവനെ ഇപ്പൊ അവിടെ ആവശ്യമാണ്, മനസ്സിലായ? അവന്റെ അച്ഛന് വയ്യാതെ കിടക്കുക, അവനെ അവിടെ ആവശ്യം. പയ്യനെ വന്നിട്ട് കണ്ടിട്ട് പോലുമില്ല ഞാൻ. പിന്നെ ആരെ ജോക്കിക്ക് മിസ് ചെയ്യുന്ന പറ. മിസ് ചെയ്യുന്നതല്ലടാ, ഇതൊരു മിസ് ചെയ്യുന്നതല്ല, മനസ്സിലായോ? നമുക്ക് മനസ്സിനൊരു